സ്ക്രീന് കാണാണ്ടാ? ഓക്കെ അല്ലേ? സ്ക്രീന് കാണല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ പറയാം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി എന്താ അറിയാ? ആക്ച്വലി ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അതായത് ഹ്യൂമൻ ഫിസിയോളജി നിങ്ങളെ ബുക്കിൽ കൊടുത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ഒരു 3 ക്ലാസ്സിലൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ ആണ് ഇത്. ഏത്? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ. പറയാം, നിങ്ങൾക്ക് എക്സ്ക്രീഷനെ പറ്റി എന്തൊക്കെ അറിയാം? എന്താണ് എക്സ്ക്രീഷൻ? അല്ലെങ്കിൽ എന്തിനാണ് എക്സ്ക്രീഷൻ? കേട്ടില്ല. വേസ്റ്റ് പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണോ? വേസ്റ്റ് പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം? എക്സ്ക്രീഷൻ എന്ന് പറയും. അതായത് എന്താണ്? റിമൂവൽ ഓഫ് മെറ്റബോളിക് വേസ്റ്റ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? എന്തിനാണ് എക്സ്ക്രീഷൻ ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും? മെറ്റബോളിക് ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും അല്ലെ? ഒരു കാരണം എന്ന് വെച്ചാല് മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് വരുന്നത്. അല്ലെങ്കിൽ ഒരു റീസൺ എന്താവാം? മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കണോണ്ട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടും കൂടി ആവാം, എക്സസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മളെ ആ ബോഡിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ എന്ത് ചെയ്യും? എക്സസ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻജസ്റ്റ് ചെയ്യും. എക്സസ് ഇൻജക്ഷൻ കാരണം അത് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ അതും എന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ട് മാറും. ഈ വേസ്റ്റ് മെറ്റീരിയലിനെ ഇഞ്ചക്ഷൻ എന്താ? ഇഞ്ചക്ഷൻ പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കുക. മനസ്സിലായ? എക്സസ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ അതും എന്താവാം? അതും ഒരു വേസ്റ്റ് ആണ്. എക്സസ് ആവുമ്പോ അതും എന്താവും? വേസ്റ്റ് ആവും. അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പൊ ഈ എക്സസ് ആയ സംഭവത്തിന് എന്ത് ചെയ്യണം? ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? എക്സ്ക്രീഷൻ. വെരി ഗുഡ്. അപ്പോ സിംപ്ലി സ്പീക്കിംഗ്, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്റ് ചെയ്യുന്ന എക്സസ് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സസ് ആയിട്ട് ഇൻജസ്റ്റ് ചെയ്യുന്ന സംഭവത്തിന് എന്ത് ചെയ്യാ? ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാ? എക്സ്ക്രീഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ എക്സസ് ആയിട്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുക? യൂഷ്വലി നമ്മളെന്നല്ല, പല ഓർഗാനിസത്തിലും എന്തൊക്കെ ഉണ്ടാവും? അമോണിയ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവുക? യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ മെറ്റബോളിക് പ്രോസസ്സും ആലോചിക്കും. ഇപ്പോ റെസ്പിറേഷനിൽ വരുന്ന വേസ്റ്റ് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതും ഒരു മെറ്റബോളിക് വേസ്റ്റ് അല്ലേ? യൂറിക് ആസിഡ് ഉണ്ടാവും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെന്താണ്? കുറെ വേറെ മെറ്റബോളിക് വേസ്റ്റ് എന്താ പറയും? എക്സസ് ആയിട്ട് ചിലപ്പോ വാട്ടർ ഒരു മെറ്റബോളിക് വേസ്റ്റ് ആവും. പിന്നെന്താണ്? പിന്നെ കുറെ അയോൺസ്, സോഡിയം, പൊട്ടാസ്യം ഒക്കെ പോലെയുള്ള അയോൺസ്, ഇതൊക്കെയാണ് യൂഷ്വലി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ വഴി നടക്കുന്ന എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം റിയാക്ഷൻ വഴി നടക്കുന്ന എന്താണ്? മെറ്റബോളിക് പ്രോഡക്ട്സിനെ നമ്മളെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കാം? എക്സ്ക്രീഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? എക്സ്ക്രീഷൻ എന്ന് വിളിക്കാം. അതായത് എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ബോഡി ഈസ് സിംപ്ലി കോൾഡ് എന്താണ്? എക്സ്ക്രീഷൻ. ഇനി ഓരോ ഓർഗാനിസത്തിലും ഓരോന്നിരിക്കും എന്ത്? മെറ്റബോളിക് വേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഏതൊക്കെ? അമോണിയ മെറ്റബോളിക് ഐ മീൻ
എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ട് ഉള്ളതുണ്ട്. യൂറിയ ചില ഓർഗാനിസത്തിൽ എക്സ്ക്രീറ്ററി വേസ്റ്റ് ആണ്. യൂറിക് ആസിഡ് ചില ഓർഗാനിസത്തിൽ എന്താണ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ആണ്. ഇതിന്റെ ബേസിൽ ഇവർ എന്ത് ചെയ്യും? 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അറിയോ ഏതൊക്കെയാണെന്ന്? അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? മോണോട്ടോലിക് അങ്ങനത്തെ ഓർഗാനിസത്തിനെ നമ്മൾ അമോണോടെലിക് എന്ന് വിളിക്കും. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? അമോണോടെലിക് എന്ന് വിളിക്കും. അമോണോടെലിക്. അറിയോ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് അമോണോടെലിക് എന്ന് അറിയോ? ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ആംഫിബിയൻസ്. അക്വാട്ടിക് ഇൻസെക്ട്സ്. വെരി ഗുഡ്. ബോണി ഫിഷസ് ഉണ്ട്, അക്വാട്ടിക് ആംഫിബിയൻസ് ഉണ്ട്, അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ട്. അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ട്. ഇനി അമോണിയ എന്ന് പറയുമ്പോൾ, അതായത് അമോണിയ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. ഇത് മൂന്നും എന്താണ്? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആണ്. അമോണിയ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് ഇത് അമോണിയ. എന്താണ്? മോസ്റ്റ് ടോക്സിക് ആണ് ഇത് അമോണിയ. അതുകൊണ്ട് തന്നെ അമോണിയനെ റിമൂവ് ചെയ്യാൻ എന്ത് വേണം? എക്സസ് വാട്ടർ വേണം. അമോണിയനെ റിമൂവ് ചെയ്യാൻ എന്ത് വേണം? ഒരുപാട് വെള്ളം വേണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവരൊക്കെ കണ്ട അക്വാട്ടിക് ബോണി ഫിഷ് എവിടെ ഉണ്ടാവുക? വെള്ളത്തില്. അതുകൊണ്ടാണ് വെള്ളത്തില് എന്താണ് ഒരുപാട് വെള്ളം സറൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിന് എന്ത് അമോണോടെലിക് അല്ലെങ്കിൽ അമോണിയ അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതും അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് വെള്ളത്തിലേക്ക് അത് ഒരുപാട് വെള്ളം വേണം അമോണിയനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ആനിമൽസ് ഒക്കെ എവിടെ കാണാം? യൂഷ്വലി അവരെന്താണ് ഒരു വാട്ടർ റിലേറ്റഡ് ആയിരിക്കും. അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, അതേപോലെ ബോണി ഫിഷസ്. അമോണിയാണ് ഉള്ളതിൽ ഏറ്റവും ടോക്സിക്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഏതാണ് നമ്മൾ പറഞ്ഞത്? യൂറിയ. അപ്പൊ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും? യൂറിയോ ടെലിക് എന്ന് വിളിക്കും. യൂറിയോ ടെലിക് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് പറയും. ഏതൊക്കെയാണ് യൂറിയോ ടെലിക്? മാമൽസ്, ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ഇപ്പൊ ഇവിടെ ബോണി ഫിഷസ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കാർട്ടിലേജിനസ് ഫിഷസ് ഉണ്ടല്ലോ. കാർട്ടിലേജിനസ് ഫിഷസ് ആക്ച്വലി യൂറിയോടെലിക് ആണ് കേട്ടോ. കാർട്ടിലേജിനസ് ഫിഷസ് നമ്മൾ മറൈൻ ഫിഷസ് എന്ന് കൂടി പറയും. മനസ്സിലായിട്ട് കൊടുത്തിട്ടില്ല തോന്നണം. മറൈൻ ഫിഷസ് എന്താണ്? യൂറിയോടെലിക് ആണ്. അടുത്ത എക്സാമ്പിൾ ഏതാണ്? ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. പറയ എന്ത് മിണ്ടാണ്ടിരിക്കണേ? ടെറസ്ട്രിയൽ സെമി അക്വാറ്റിക് ആംഫിബിയൻസ് എന്നാണ്. യൂറിയോടെലിക് ആണ്. ഏത്? ഫ്രോഗ് പോലെയുള്ള സെമി അക്വാറ്റിക് ആംഫിബിയൻസ്, അതേപോലെ സെമി അക്വാറ്റിക് റെപ്റ്റൈൽസ്, അതായത് ബോത്ത് വെള്ളത്തിലും കരയിലും കാണും. അതാണ് സെമി അക്വാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. റെപ്റ്റൈൽസ് ഇവരൊക്കെ എന്താണ്? യൂറിയോടെലിക് ആണ്. ഇനി മൂന്നാമത്തത് ഏതാ? യൂറിക്കോടെലിക്. അതായത് ഇവർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതായിരിക്കും? യൂറിക് ആസിഡ്. ഓക്കെ, ഇവിടെ ഏതാണ്? യൂറിയ. ഇവിടെ ഏതാ വരിക? അമോണിയ. അപ്പൊ പറയും യൂറിക്കോടെലിക്കിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെ ലാൻഡ് സ്നെയിൽസ് പറയുന്നുണ്ട്,
പിന്നെ ഇൻസെക്ട്സ്, ഇവരൊക്കെ എന്താണ് യൂറിക്കോട്ടലിക് ആണ്. അതായത് എന്തിന്റെ ബേസിലാണ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ എന്താണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. ഇവര് എന്ത് ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ബേസിസിലാണ് ഇവരെ അമോണോട്ടലിക്, യൂറിയോട്ടലിക്, യൂറിക്കോട്ടലിക് നടക്കുന്നത്. അമോണോട്ടലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് അമോണിയ ആയിരിക്കും എന്ത് ചെയ്യുക എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുക. യൂറിയോട്ടലിക് എന്ന് പറഞ്ഞാൽ യൂറിയ റിലീസ് ചെയ്യും. യൂറിക്കോട്ടലിക് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് റിലീസ് ചെയ്യും. അതിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എൻസിആർടിയിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്, അത് പറഞ്ഞിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ് അമോണിയ എന്താണ് മോസ്റ്റ് ടോക്സിക് ആണ്. സെക്കൻഡ് മോസ്റ്റ് ടോക്സിക് ഏതാണെന്ന് അറിയോ? യൂറിയോ. അമോണിയയാണ് എന്ത് മോസ്റ്റ് ടോക്സിക്. സെക്കൻഡ് മോസ്റ്റ് ഏതാണ്? യൂറിയോ. യൂറിയാണ് കേട്ടോ സെക്കൻഡ് മോസ്റ്റ്. പിന്നെ ഏതാണ്? യൂറിക് യൂറിക് ആസിഡ്. ഓക്കെ, ഇത് ടോക്സിസിറ്റി. അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത് ഏതിനായിരിക്കും? അമോണിയ. അമോണിയക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത്. ഓക്കെ, പിന്നെ ഏതിനായിരിക്കും? പിന്നെ യൂറിയ. പിന്നെ യൂറിക് ആസിഡ് വളരെ കുറച്ച്. അവരിങ്ങനെ പെല്ലറ്റ്സ് ആയിട്ട്, പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് തീരെ വെള്ളം ആവശ്യമില്ലാതെ അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് വളരെ കുറച്ച് വെള്ളം റിക്വയർ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ എക്സ്ക്രീഷൻ ഉള്ളത്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഇത് മറക്കരുത്. എന്തിന്റെ ബേസിസിലാണ് ഇതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ്. അമോണോട്ടലിക് ഉണ്ട്, യൂറിയോട്ടലിക് ഉണ്ട്, യൂറിക്കോട്ടലിക് ഉണ്ട്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ് എല്ലാ ഓർഗാനിസത്തിനും എന്തായിരിക്കില്ല എക്സ്ക്രീറ്ററി ഓർഗൻ എന്തായിരിക്കില്ല സിമിലർ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ അനിമൽ കിങ്ഡം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ഓർഗാനിസം അതായത് ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് വളരെ ചെറിയ എന്താ പറയാ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മുതൽ ബെറ്റർ ആയി വരുന്നതിനനുസരിച്ച് എന്താണ് അവരുടെ ഓരോ ഫീച്ചേഴ്സും ഇപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം ആയാലും റെസ്പിറേഷൻ ആയാലും എന്താണ് പോറിഫർ തുടങ്ങി ഇപ്പൊ മാമൽസിൽ എത്തുന്നതിനുള്ള നമുക്ക് ഭയങ്കര പറയും. ഈ റെഡിലി സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സൊല്യൂബിൾ ആവുന്നതാണോ അതോ പെട്ടെന്ന് ആവില്ലെന്നാണോ? റെഡിലി സോല്യൂബിൾ പറഞ്ഞാൽ എളുപ്പം സോല്യൂബിൾ ആവും. എന്താണ് അപ്പൊ നമ്മള് പോരിഫറ തൊട്ടിട്ട് നമ്മള് വേർട്ടിബ്രേറ്റ്സ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വെറൈറ്റി കാണാം. ഏത് സിസ്റ്റം നോക്കുകയാണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റം ആയാലും സർക്കുലേറ്ററി സിസ്റ്റം ആയാലും എക്സ്ക്രീറ്ററി സിസ്റ്റം ആയാലും എന്താണ് ഇങ്ങനെ ഡെവലപ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ എന്താണ് എക്സ്ക്രീഷനിലും നമുക്ക് എന്ത് കാണാം? ആ ഡെവലപ്മെന്റ് കാണാം. അതായത് ഓരോ ഓർഗാനിസത്തിനും ഓരോ ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച്, അതായത് ഡെവലപ്മെന്റ് വരുന്നതിനനുസരിച്ച്. നിങ്ങൾ NCERT-യിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഞാൻ എന്ത് കണ്ടിരിക്കണം, ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കണം. ഇപ്പൊ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. എന്ത് ഇവരുടെ ഈ എക്സ്ക്രീറ്ററി ഓർഗാനിസമായിട്ട് മാച്ച് ചെയ്യാൻ എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് NCERT പറയുന്നത് എന്താണ്? ഇൻവെർട്ടിബ്രേറ്റ്സിനാണെങ്കിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? കോംപ്ലക്സ് സിമ്പിൾ ട്യൂബുലാർ ഫോംസ് എന്നാണ് പറയുന്നത്. എന്താണ്? സിമ്പിൾ ട്യൂബുലാർ ഫോംസിലാണ്. ഓക്കെ, നേരെ മറിച്ച് വെർട്ടിബ്രേറ്റ്സിനാവുമ്പോ അതെന്താവും? അതെന്താവും? കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻസ്. കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ NCERT-യിൽ കുറച്ച് എക്സാമ്പിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്ന് തുടങ്ങും. ഫസ്റ്റ് പറയുന്നത് ഏതാണ്? പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറഞ്ഞ ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചറിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഏതാണ്? പ്രോട്ടോനെഫ്രീഡിയ. പറയും ഏതൊക്കെ ഓർഗാനിസത്തിലാണ് ഇത് കാണുക? പ്രോട്ടോനെഫ്രീഡിയ ഏതൊക്കെയൊക്കെ കാണുക? പറയും. NCERT നോക്കി പറയും. പ്ലാറ്റിഹെൽമിന്തസിലുണ്ട്. പിന്നെ ഇതിലേക്കുള്ളത് റോട്ടിഫേഴ്സിലുണ്ട്. പിന്നെ
ചില അനലിഡ്സിൽ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാ അനലിഡ്സിൽ എന്തെല്ലാം പ്രോട്ടോനെഫ്രീഡി അല്ല. ഓക്കെ, സം അനലിഡ്സിൽ ഉണ്ട്. പിന്നെ ഇതിലുള്ളത് സെഫാലോകോർഡേറ്റിലുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഏത് പറയുന്നത്, NCERT പറയുന്നത്. സെഫാലോകോർഡേറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറഞ്ഞ എക്സ്ക്രീറ്ററി ഓർഗൻ ഇതിലേക്ക് കാണുന്നത്. പ്രോട്ടോനെഫ്രീഡിയക്ക് ഒരു പേരും കൂടി ഉണ്ട്. ഏതാണ്? ഞാൻ വിട്ടുപോയി. പ്രോട്ടോനെഫ്രീഡിയ ഇസ് ആൾസോ കോൾഡ് Plain cells. പ്ലെയിൻ സെൽസ്. അപ്പൊ ചിലപ്പോ ഇത് പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ചിലപ്പോ എന്താ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവുക, പ്ലെയിൻ സെൽ എന്നായിരിക്കും എന്താ ഓപ്ഷൻ. ഇപ്പൊ എ പാർട്ട് പ്രോട്ടോനെഫ്രീഡിയ എക്സ്ക്രീറ്ററി ഓർഗനും കൊടുക്കും, ബി പാർട്ട് ഓർഗാനിസം കൊടുക്കും. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലെയിം സെൽ എന്ന് പറഞ്ഞിട്ട് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യട്ടെ, ആ പേര് മറക്കരുത് കേട്ടാ. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽ. ഇനി പറയും രണ്ടാമത്തത് ഏതാണ്? നെഫ്രീഡിയ അല്ലെ? നെഫ്രീഡിയ ഏതിലൊക്കെ കാണാ പറയും? നെഫ്രീഡിയ എർത്തുവാമ്. നേരത്തെ നമ്മൾ പറഞ്ഞേ സം അനലിഡ്സ് എന്ന് പറഞ്ഞു. എർത്തുവാമ് എന്താണ് സം അനലിഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ അനലിഡ്സിലും എന്തല്ല പ്രോട്ടോനെഫ്രീഡിയ അല്ല. അപ്പൊ അതർ അനലിഡ്സിൽ കാണുന്നത് ഏതാണ്? നെഫ്രീഡിയ. ഓക്കെ, ഇനി അടുത്തത് പറയും. മൂന്നാമത്തത് ഏതാ NCERT മെൻഷൻ ചെയ്തത്? നോക്കി പറയും. എന്റെ കൂടെ NCERT വായിച്ചു പോയിക്കോ. മൂന്നാമത്തെ ഏതാണ് പറയുന്നത്? Malpighian tubules. വെരി ഗുഡ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾ. പറയും ഇത് ഏതിലൊക്കെ ഉള്ളത്? ഇൻസെക്ട്സും ഇൻക്ലൂഡിങ് Cockroach. യൂഷ്വലി എന്താ ഞാൻ പറഞ്ഞില്ല, എ പാർട്ട് ബി പാർട്ട് ആയിട്ടിരിക്കും തരാം. ഇപ്പൊ മാത്സിൽ ഫോളോയിങ് പോലെ ആയിരിക്കും തരാം. അതിൽ എപ്പോഴും യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളത് കോക്രോച്ചിനെ വെച്ചിട്ടാണ്. കോക്രോച്ചിനെ ആയിരിക്കും ആ ഓർഗാനിസത്തിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പറയും നാലാമത്തത് ഏതാ? ഒന്നും കൂടി പറയുന്നു. ആന്റിനൽ ഗ്ലാൻഡ് ഓർ ഇതിന് ഒരു പേര് കൂടി ഗ്രീൻ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഫ്ലെയിം സെല്ലും ഗ്രീൻ ഗ്ലാൻഡും കൂടി മാറിപ്പോകരുത് കേട്ടോ. ഗ്ലാൻഡ് ഈ ജിയും ആലോചിക്കുക. ആന്റിനൽ ഗ്ലാൻഡ് അപ്പൊ ഗ്രീൻ ഗ്ലാൻഡ്. ഓക്കെ, ആന്റിനൽ ഗ്ലാൻഡ് ഗ്രീൻ ഗ്ലാൻഡ്, ആ ജി ആലോചിക്കാം. ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രീൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഏതിലൊക്കെയുള്ളത് പറയും? യൂഷ്വലി ക്രസ്റ്റേഷ്യൻസ്, അതായത് പ്രോണില് പ്രോൺ ചെമ്മീൻ പ്രോൺസ് പോലുള്ള ക്രസ്റ്റേഷ്യൻസിലാണ് എന്ത് ഇത് കാണും. ഓക്കെ, ഇനി NCERT ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ചെറിയ രീതിക്ക് മറ്റൊരു ഫംഗ്ഷൻ എന്തായിട്ടാണ് ഇവരെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് പ്രോട്ടോനെഫ്രീഡി എന്തായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? They are associated with അല്ലെങ്കിൽ concerned with ionic and fluid volume. Okay, ionic and fluid volume. Malpighian tubules ഞാൻ എഴുതിയത് മാറിയില്ലേ? പ്രോട്ടോനെഫ്രീഡിയാണ് എന്ത് ഇവിടെ കേട്ടോ, ഇവിടെ എഴുതിന്റെ പ്രോട്ടോനെഫ്രീഡിയാണ് എന്ത്? അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം. നെഫ്രീഡി ഏതാണ് പറയും? Fluid and നെഫ്രീഡിയ ഹെൽപ് ടു റിമൂവ് നൈട്രജനസ് വേസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് അയണിക് ബാലൻസ് അല്ലേ? എന്താണ് നൈട്രജനസ് വേസ്റ്റിന്റെ റിമൂവൽ ഉണ്ട്. അതോടൊപ്പം എന്താണ് ഫ്ലൂയിഡ് ആൻഡ് അയണിക് ബാലൻസ് കേട്ടോ. ഫ്ലൂയിഡ് ആൻഡ് അയോണിക് ബാലൻസ്. ഓക്കെ, ഇനി എന്താണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്? എന്താണ് റിമൂവൽ ഓഫ് നൈട്രജനസ് വേസ്റ്റ് ആൻഡ് ഓസ്മോ റെഗുലേഷൻ കേട്ടോ. നൈട്രജനസ് വേസ്റ്റിന്റെ റിമൂവൽ ഉണ്ട്, ഓസ്മോ
റെഗുലേഷൻ. ആന്റിനൽ ഗ്ലാൻസിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതുവരെ ഓക്കെയാണോ? അതായത് നമ്മളോട് പറയേണ്ടത് എന്താണ്? ഇൻവെർട്ടിബ്രേറ്റ്സിനാണെങ്കിൽ സിമ്പിൾ ട്യൂബുലർ ഫോംസ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ്. വെർട്ടിബ്രേറ്റ്സിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഡെവലപ്പ് ആവും. അതായത് കോംപ്ലക്സ് ട്യൂബുലർ ഓർഗൻസ് ആവും എന്ത്? അവരുടെ വെർട്ടിബ്രൽ അല്ല, അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പൊ 4 ഗ്രൂപ്പിനെ പറ്റി NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 4 ടൈപ്പ് ഓഫ് എന്തിനെ പറ്റിയിട്ട്? എക്സ്ക്രീറ്ററി ഓർഗനെ പറ്റി NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെഫ്രീഡിയ, മാൽപീജിയൻ ട്യൂബ്യൂള്, അതേപോലെ ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്. പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് ഏതിലേക്ക് കാണാം? പ്ലാറ്റി ഹെൽമൻസിൽ ഉണ്ടാവും, റോട്ടിഫേഴ്സിൽ ഉണ്ടാവും. ഈ റോട്ടിഫേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? ഇല്ല. അതൊരു മൈക്രോസ്കോപ്പിക് അക്വാറ്റിക് ആനിമൽ ആണ് കേട്ടോ റോട്ടിഫർ. മൈക്രോസ്കോപ്പിക് അക്വാറ്റിക് ആനിമൽ ആണ് എന്ത്? റോട്ടിഫർ. ഇവിടെ ഏതാണോ? ഒരു മൈക്രോസ്കോപ്പിക് അക്വാറ്റിക് ആനിമൽ ആണ് എന്ത്? റോട്ടിഫർ. റോട്ടിഫേഴ്സിൽ ഉണ്ടാവും, ചില അനലിഡ്സിൽ ഉണ്ടാവും, സെഫാലോപോഡിഡ്സിൽ ഉണ്ടാവും. പിന്നെ നെഫ്രീഡി ഏതിലൊക്കെ കാണാം? എർത്ത് കാണാം, അതർ അനലിഡ്സിൽ കാണാം. എന്തിനായിട്ടാണ്? എന്താണ് നെഫ്രീഡിയന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? നൈട്രജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യും, ഫ്ലൂയിഡ് ആൻഡ് അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ആൽപീജിയൻ ട്യൂബ്യൂൾ ആണെങ്കിൽ മോസ്റ്റ് ഇൻസെക്ട് ഇൻക്ലൂഡിങ് കോക്രോച്ച്. ഈ കോക്രോച്ച് മറക്കരുത്. മോസ്റ്റ് ഇൻസെക്ട് ഇൻക്ലൂഡിങ് കോക്രോച്ചിൽ കാണും. അതേപോലെ നൈട്രജനസ് വേസ്റ്റ് റിമൂവലും ഓസ്മോ റെഗുലേഷൻ ആണ് എന്ത്? അവരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഫംഗ്ഷനിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി. ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് കാണുന്നത് ക്രസ്റ്റേഷ്യൻസ്, ചില ക്രസ്റ്റേഷ്യൻസ്, ഏത് പ്രോൺസ് പോലുള്ള ചില ക്രസ്റ്റേഷ്യൻസിലാണ്. അവരെന്താ ചെയ്യുന്നത്? അവർ ആക്ടിവിറ്റിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല? ഇൻസൈറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ്? പിന്നെ പറയും. ഈ പറഞ്ഞ എല്ലാ കേസും ഓസ്മോ റെഗുലേഷന് ബാലൻസ് ചെയ്യുന്നില്ല അല്ലെ? ഓസ്മോ റെഗുലേഷൻ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്. ഈ എന്താ പറയാ, അയൺസും അങ്ങനത്തെ ഒക്കെ ഒരു അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു ഇത് നടത്തുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലതും അത് വരൂലേ? ഏറെക്കുറെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻ സെയിം ആണ്. പിന്നെ ഫംഗ്ഷൻ ആയിട്ട് ഇത് എടുത്ത് പറഞ്ഞുള്ളൂ. ബേസിക്കലി എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യുക, ഫ്ലൂയിഡ് ആൻഡ് അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണല്ലോ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാല്. അപ്പോ അതിന്റെ താഴെ എല്ലാ കേസും ഓസ്മോ റെഗുലേഷന്റെ പറയുകയാണെങ്കിൽ ശരിയല്ലേ? ശരിയാണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പ്രോട്ടോനെഫ്രിഡി ആണെങ്കിൽ അയണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ ചെയ്യും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഇവിടെ നോക്കണേ, ഈ പിക്ചർ നോക്കണേ. ഇവിടെ കുറച്ച് കൊടുത്തുകണേ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഡിഫറെന്റ് ആനിമൽസ്. സ്ക്രീനിന്റെ ലെഫ്റ്റ് അപ്പർ ഇവിടെ ചില എക്സാമ്പിൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളെ ടെക്സ്റ്റിൽ ഇവിടെ നിന്നാണ്. ഫ്ലെയിം സെൽസ് കണ്ട, പ്ലാറ്റി ഹെൽമന്തസ്, നെഫ്രീഡിയ പറഞ്ഞാണ്, അനലിഡ്സ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ആർത്രോപോഡ്സ്, കോക്രോച്ച്, പിന്നെ സ്പൈഡേഴ്സിൽ കോക്സൽ ഗ്ലാൻഡ്, കിഡ്നി ആർക്കുള്ളത്? നമ്മുടെ മാമൽസ് വരുന്നുള്ളൂ. പിന്നെ ആന്റന അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്, ആന്റനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എവിടെയുള്ളത്? ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺസ്. ഓക്കെ, ഈ എക്സാമ്പിൾസും എക്സ്ക്രീറ്ററി ഓർഗനും മറക്കരുത്. ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടണ്. ആക്ട് ഫോളോയിങ് ആണ് യൂഷ്വലി ഞാൻ ചോദിച്ചു കണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. പറയും, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? കിഡ്നി. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്? പറയും, കോമ്പണൻസ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തൊക്കെയാണ്? വെരി ഗുഡ്. എപ്പോഴും അത് പറയണം. എ പെയർ ഓഫ് കിഡ്നി. എ പെയർ ഓഫ് കിഡ്നി. പിന്നെന്താ ഉള്ളത്? വൺ പെയർ ഓഫ് യൂറീറ്റേഴ്സ് ഉണ്ട് നമുക്ക് അല്ലെ? വൺ പെയർ ഓഫ് യൂറീറ്റേഴ്സ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്. ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? യൂറേത്ര ഉണ്ട്. ഇതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള 4 കോമ്പണൻസ്. അല്ലെങ്കിൽ ദിസ് ഫോർ സ്ട്രക്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. എന്തൊക്കെയാണ്?
എ പെയർ ഓഫ് കിഡ്നി ഉണ്ട്, എ പെയർ ഓഫ് യൂറീറ്റസ് ഉണ്ട്, ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറീത്ര ഉണ്ട്. ഓക്കെ, ഇനി കിഡ്നിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? റെഡിഷ് ബ്രൗൺ. ശരിക്കും റെഡിഷ് ബ്രൗൺ ഒന്നല്ല, പക്ഷെ NCERT റെഡിഷ് ബ്രൗൺ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തുണ്ട്? പെയർ ഓഫ് കിഡ്നി ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ യൂറീറ്റേഴ്സ് വരും അല്ലെ? യൂറീറ്റേഴ്സ് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ യൂറീറ്റേഴ്സ്, പെയർ ഓഫ് യൂറീറ്റേഴ്സ്. ഇവിടെ എന്തുണ്ട്? കളറ് കേട്ടില്ല. ശരിക്കും ഒരു ബ്രൗൺ എന്നൊക്കെ പറയാ. കിഡ്നിന്റെ പിക്ചർ കാണണോ? കണ്ടണോ ഹ്യൂമൻ കിഡ്നി? എപ്പോഴും ഉണ്ടാവില്ലല്ലേ? ഇല്ല. വെയിറ്റ് ചെയ്യേ. ഇതാണ് കിഡ്നി, കാണാണ്ടാ? കാണുന്നുണ്ടോ? ഇതാണ് ഹ്യൂമൻ കിഡ്നി. ഇത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ റെഡിഷ് ബ്രൗൺ ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ബ്രൗൺ അത് സ്ട്രക്ചർ മുറിച്ച ആണ്. ഇല്ല, ഉള്ളിലും റെഡിഷ് ബ്രൗൺ അല്ല, ഇതേപോലത്തെ ഒക്കെ ഒരു കളറാണ്. പിന്നെ ഇത് ആക്ച്വലി ഡിസെക്ട് ചെയ്ത കിഡ്നിയാണ്. നമ്മളൊരു ഫ്രഷ്, ഒരു പോസ്റ്റ്മോർട്ടം സ്ട്രക്ചറിൽ എടുക്കുന്ന കിഡ്നിക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഓക്കെ, അതാണ് കിഡ്നി. അപ്പൊ നമുക്ക് പെയർ ഓഫ് കിഡ്നി ഉണ്ട്. പിന്നെ ഇതെന്താണ്? യൂറീറ്റർ ഉണ്ട്. ഇതാണ് യൂറിനറി ബ്ലാഡർ. ഈ യൂറിനറി ബ്ലാഡറിന്റെ അറ്റത്തൊരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് എന്ത്? യൂറീത്ര. ഓക്കെ, അപ്പൊ കിഡ്നിനെ പറ്റി നിങ്ങൾ NCERT പറയുന്നത് എന്താന്ന് വെച്ചാല്, കിഡ്നി എന്താണ്? ഒരു റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ്. ബീൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ് എന്താണ്? ഓർഗൻ ആണെന്നാണ് പറയുന്നത്. നമ്മളെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് എന്ത്? കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, തൊറാസിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി എന്നൊക്കെ പറയല്ലോ. അപ്പൊ അബ്ഡോമിനൽ ക്യാവിറ്റിയില് ലാസ്റ്റ് തൊറാസിക്കും തേർഡ് ലംബർ വെർട്ടിബ്രേന്റെ ഇടയിലാണ് കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് തൊറാസിക് എന്ന് പറയുമ്പോൾ ഏതാ അറിയോ? T12 ആണ് വരിക. ബിറ്റ്വീൻ T12 and L3 ആണ് എന്ത് വരിക? കിഡ്നിന്റെ പൊസിഷനിൽ. ഓക്കെ, പിന്നെ ഇതൊക്കെ പറയണ്ട, ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ പറയണ്ട. എത്ര? 10 to 12 സെന്റിമീറ്റർ ആണ് ലെങ്ത്. പറയും, ലെങ്ത് എത്ര? 10 to 12 സെന്റിമീറ്റർ ആണ് ലെങ്ത്. വിഡ്ത്ത് പറയുന്നുണ്ട് എത്രയാണ്? 5 to 7 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്. ഈ തിക്നെസ് പറയുന്നത് thoracic എന്ന് പറയുമ്പോ നമ്മളെ അബ്ഡോമന്റെ മുകൾക്ക് വരുമ്പോഴല്ലേ? ആ, കിഡ്നി ഉള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് റീജിയൻ ഇല്ലേ, അതാണ് ആ, അതെ. തൊറാക്സ്. ഹാർട്ട് ഉള്ളത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. ലങ്സ് ഉള്ളത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. നമ്മളെ ഈ ഓക്കെ, ഒരു വരിയലില് കഴിഞ്ഞേക്കുള്ള പാർട്ടാണോ ഉദ്ദേശിച്ചത്? ഡയഫ്രം ഇല്ലേ, ഡയഫ്രം. ആ, ഡയഫ്രത്തിന്റെ മേലുള്ളത് തൊറാസിക് ക്യാവിറ്റി, താഴത്തേക്കുള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, ഇത് റിബ്സിന് മറ്റേ ഏറ്റവും ചെറിയ ഇത് കൂട്ടിയിട്ടല്ലേ T12 വരല്? അപ്പൊ അത് ഏറ്റവും താഴത്ത് അത്യാവശ്യം അടിയിലെത്തിയിട്ടുണ്ടാവില്ലേ? ആണ് കിഡ്നി. കിഡ്നി കുറച്ച് ബാക്കിലേക്കാണ്, കറക്റ്റ് സൈഡിലല്ല, കുറച്ച് ബാക്കിലേക്കായിട്ടാണ് കിഡ്നി ഇരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലാങ്സ് ഉണ്ടല്ലോ, അവിടെയാണ് ആക്ച്വലി കിഡ്നി ഉള്ളത്. അപ്പൊ എത്ര മനസ്സിലാക്കി? ദേ ആർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ T12 and L3. അതായത് T12 എന്ന് പറയുന്നില്ല, ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രേ തേർഡ് ലംബർ വെർട്ടിബ്രേന്റെ ഇടയിലാണ് കിഡ്നി ഉള്ളത്. കണ്ട, ഡോർസൽ ഇന്നർ വാൾ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ വാൾ എന്ന് പറഞ്ഞു കുറച്ച് ബാക്കിലേക്കായിട്ട് അബ്ഡോമിനൽ വാളിനോട് അടുത്തിട്ടാണ് ഇവിടെ കിഡ്നി ഇരിക്കുന്നത്. പിന്നെ ലെങ്ത് 10 to 12 സെന്റിമീറ്റർ ആണ്, വിഡ്ത്ത് 5 to 7 സെന്റിമീറ്റർ ആണ്, തിക്നെസ് 2 to 3 സെന്റിമീറ്റർ ആണ്. ഈ നമ്മള് കിഡ്നീനെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. ഈ കിഡ്നീനെ നമ്മള് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ
ഉം. ഇവിടെ കിഡ്നിക്ക് ഒരു കോൺകേവ് സർഫസ് ഉണ്ട്. ഇതൊരു കോൺകേവ് സർഫസ് അല്ലെ? അതേപോലെ ഇവിടെ ഒരു കോൺവെക്സ് സർഫസ് ഉണ്ട്. ഈ കോൺകേവ് സർഫസിൽ അതായത് ടുവാർഡ്സ് ഇന്നർ കോൺകേവ് സർഫസിൽ എന്തുണ്ട്? ഒരു നോച്ച് ഉണ്ട്. ഇവിടെ ഒരു നോച്ച് ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിക്കുക? പറ, നമ്മൾ എന്ത് വിളിക്കും? ഹൈലം എന്ന് വിളിക്കും. ഓക്കെ, ഈ ഹൈലത്തിൽ കൂടെയാണ് എന്ത്? യുറീറ്റർ, പിന്നെ ബ്ലഡ് വെസൽസ്, ഏതൊക്കെയാ നമ്മളെ അബ്ഡോമിനൽ അയോട്ട എന്ത് ചെയ്യും? അബ്ഡോമിനൽ അയോട്ട മേലെന്ന് താഴത്തേക്ക് വന്ന് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും? കിഡ്നിയിലേക്ക് കയറും. കിഡ്നിയിലേക്ക് കയറുമ്പോൾ എന്താണ്? അത് അബ്ഡോമിനൽ അയോട്ടല്ല, റീനൽ ആർട്ടറി ആയിട്ടാണ് എന്ത് കിഡ്നിയിലേക്ക് കയറാം. അതായത് ഡോർസൽ അയോട്ട മേലെന്ന് വന്ന് വരയ്ക്കണം. അവിടെ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. മേലെന്ന് വരുമ്പോൾ അത് ഡോർസൽ അയോട്ട ഇരിക്കും. കിഡ്നിയിലേക്ക് കയറുമ്പോൾ അതിന്റെ പേര് മാറും. കിഡ്നിക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇതിനെ റീനൽ ആർട്ടറി എന്ന് വിളിക്കും. അപ്പോ ഈ ഹൈലത്തിൽ കൂടെ എന്തൊക്കെയാ പോവാ? യുറീറ്റേഴ്സ് പോവും. സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഏതൊക്കെയാണ്? യുറീറ്റേഴ്സ് പോവും ഹൈലത്തിൽ കൂടി. പിന്നെ റീനൽ ആർട്ടറി പോവും. അതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. റീനൽ ആർട്ടറി പോവും. പിന്നെന്താണ്? വെയിൻസ് പോവും. വെയിൻസ് പോവും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ ഇനി ഈ കിഡ്നിനെ രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നർ മെഡുലിലെ ഔട്ടർ കോർട്ടെക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ കിഡ്നിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഇന്നർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? മെഡുല്ല എന്ന് വിളിക്കും. ഓക്കെ, ഔട്ടർ നമ്മൾ എന്ത് വിളിക്കും? കോർട്ടെക്സ് എന്ന് വിളിക്കും. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ഇന്നർ മെഡുല്ല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്. ഇതും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഔട്ടർ ഏതാണ്, ഇന്നർ ഏതാണെന്ന് ചോദിക്കും. ഔട്ടർ കോർട്ടെക്സ് ആണ്, ഇന്നർ മെഡുല്ലയാണ്. ഇനി ഈ മെഡുല്ലയില് നമുക്ക് ഒരുപാട് ഇങ്ങനെ പിരമിഡ്സ് കാണാൻ പറ്റും. ഇങ്ങനെ കുറെ പിരമിഡ് പോലത്തെ സ്ട്രക്ചേഴ്സ്. ഇത് നമ്മൾ എന്താ വിളിക്കുക? മെഡുലറി മെഡുല്ലയിലുള്ള പിരമിഡ്സ് ആയതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിക്കും? സിംപ്ലി ദേ ആർ കോൾഡ് എന്താണ്? മെഡുല്ലറി പിരമിഡ്സ്. കണ്ടോ? ഈ മെഡുല്ലയിൽ ഇങ്ങനെ കുറെ പിരമിഡ് പോലത്തെ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവർ നമ്മൾ എന്ത് വിളിക്കും? മെഡുല്ലറി പിരമിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യും. ഇവരെ നമ്മള് മെഡുല്ലറി പിരമിഡ് എന്ന് വിളിക്കും. ഇനി ഈ ശ്രദ്ധിക്കണേ, ഈ പറയും ഇതിൽ കൊടുത്ത റീനൽ ആർട്ടറിയും റീനൽ വെയിനും പറഞ്ഞത് കിഡ്നിന്ന് പുറത്തോട്ട് വരുന്ന റീനൽ ആർട്ടറിയും പോകുന്നത് റീനൽ വെയിൻ, അങ്ങനെയാണോ? കിഡ്നിക്ക് അല്ല, രണ്ടും വരുന്നത് ആർട്ടറി പോകുന്നത് വെയിനല്ലല്ലോ. രണ്ടും വരുന്നതും പോകുന്നുണ്ട്. അപ്പൊ ആർട്ടറി ആണെങ്കിൽ ഒരു ആർട്ടറി വരുന്നുണ്ട്, അതിന് നമ്മൾ അഫറന്റ് എന്ന് വിളിക്കും. ഒരു ആർട്ടറി പോകുന്നുണ്ട്, അതിനെ എഫറന്റ് എന്ന് വിളിക്കും. അവിടുന്ന് കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിപ്പോ ഇതുപോലല്ല, മറ്റേ ഹാർട്ട് പോലെ തന്നെ അല്ല. അതായത് ഈ ആർട്ടറി എന്ന് പറയുമ്പോ പുറത്തോട്ടും വെയിനും ഉള്ളിലോട്ടും അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാം. അല്ല, ഇല്ല. അതായത് എന്താണ് ഇപ്പോ ഹാർട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകണം അങ്ങനെയില്ല. ഇവിടെ കിഡ്നിക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്, രണ്ടും ഉണ്ട്. ഇനി ക്ലാസ് കംപ്ലീറ്റ് ആവുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോ എന്താണ് ഇവിടെ ഈ പിരമിഡ്സിന്റെ ഒക്കെ എൻഡില് എന്തുണ്ട്? കോണിക്കൽ മാസസ് ഉണ്ട്. കോണിക്കൽ മാസസ് നമ്മൾ എന്താ പറയും? മെഡുലറി പിരമിഡ്സ് എന്ന് പറയും. ഇതിന്റെ എൻഡിൽ എന്തുണ്ട്? ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? ഇത് നമ്മൾ എന്ത് വിളിക്കും? കാലിസസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ പ്രൊജക്ഷൻ നമ്മൾ എന്ത് വിളിക്കും?
കാലി ഇവിടെ രണ്ട് ടൈപ്പ് കാലിസ് ഉണ്ട്, മൈനറും ഉണ്ട് മേജറും ഉണ്ട്. ഇതാണ് എന്ത് മൈനർ. ഇനി മൈനർ കാലിക്സ് ഇങ്ങനെ കൂടണതാണ് എന്ത്, മൈനർ കാലിക്സ് ജോയിൻ ചെയ്യുന്നതാണ് എന്ത് മേജർ കാലിക്സ്. അപ്പൊ ഇതാണ് മൈനർ കാലിക്സ്, ഇതാണ് ഏത് മേജർ കാലിക്സ്. ഈ മേജർ കാലിക്സ് ഒക്കെ വന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇവിടെ നമുക്ക് ലേബൽ ചെയ്താൽ ഒരു ഫണൽ ഷേപ്ഡ് സ്പേസിലേക്കാണ് ഈ മൈനർ അല്ല മേജർ കാലിസസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിന് നമ്മൾ എന്ത് വിളിക്കും, റീനൽ പെൽവിസ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഇപ്പൊ തിരിച്ചും പറയാം, റീനൽ പെൽവിസ് എന്ന് ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റീനൽ പെൽവിസ് എന്ന് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, കപ്പ് ഞാൻ വരച്ചു ഇപ്പൊ കപ്പ് ലൈക്ക് ഒന്നല്ല, റീനൽ പെൽവിസ് എന്ന് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ കാലിസ് എന്ന് വിളിക്കും. മേജർ കാലിസ് ഉണ്ട്, മൈനർ കാലിസ് ഉണ്ട്. മൈനർ കാലിസ് ആണ് എന്ത് മെഡുലറി പിരമിഡ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ ഒക്കെ ഉണ്ടാവും, ഇതാണ് മെഡുലറി പിരമിഡ് ഒക്യുപ്പൈ ചെയ്യുന്നതാണ് എന്ത് മൈനർ കാലിസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്, ഇന്നർ മെഡുല ഉണ്ട്, ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്. ഇനി ഈ മേജർ കാലിസ് ഒക്കെ പോയി ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് മേജർ കാലിസ് ഒക്കെ കൂടി ചേരുന്ന ഒരു ഭാഗത്തിന് നമ്മളൊരു ഫണൽ ഷേപ്പ് ഏരിയ നമ്മൾ എന്ത് വിളിക്കുക, റീനൽ പെൽവിസ് എന്ന് വിളിക്കുക. ഇതുവരെ ഓക്കെ ആണോ? ഇവിടെ കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ കോർട്ടെക്സ് ഉണ്ടല്ലോ, കോർട്ടെക്സ് മെഡുലിലേക്ക് ഇങ്ങനെ കുറച്ച് കോർട്ടെക്സ് മെഡുലിലേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇറങ്ങി ഉണ്ടാവും. ഇങ്ങനെ കോർട്ടെക്സ് മെഡുലിലേക്ക് കുറച്ച് ഇങ്ങനെ ഇറങ്ങി, ഇതിനാണ് എന്ത് വിളിക്കുക, റീനൽ കോളംസ്. അതിനെ നമ്മൾ ഒരു പേര് വിളിക്കും, ഒരു പേരുണ്ടല്ലോ, കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും. ആ മൈനർ മേജർ ഒക്കെ നമ്മൾ പഠിക്കണോ? അറിഞ്ഞിരിക്കണം. എൻസിആർടിയിലെ ഡിവിഷൻ പറയണില്ല അല്ലെ, കോളംസ് ഉണ്ടെന്ന് അല്ലെ കാലിസസ് ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ അല്ലെ. പക്ഷെ രണ്ട് ടൈപ്പ് കാലിസ് ഉണ്ട്, മേജറും ഉണ്ട് മൈനറും ഉണ്ട്. എൻസിആർടി മെൻഷൻ ചെയ്തിട്ടിലേക്ക് പറയണ്ട, രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഈ കാലിസസ് വന്ന് ചേരുന്നതാണ് റീനൽ പെൽവിസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, മേജർ മൈനർ. മൈനർ ആണ് എന്ത് മെഡുലറി പിരമിഡ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മൈനർ കാലിസ്. ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞ് കിഡ്നിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, മെഡുല്ല ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്. ഓക്കെ, ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, മെഡുല്ലയില് മെഡുലറി പിരമിഡ് ഉണ്ട്. മെഡുലറി പിരമിഡിന്റെ എൻഡിലായിട്ട് കാണുന്നതാണ് എന്ത് മൈനർ കാലിസ്. അതിന്റെ മൈനർ കാലിസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നതാണ് എന്ത് മേജർ കാലിസ്. ഇത് ഈ മേജർ കാലിസ് പോയി ഓപ്പൺ ആണതാണ് എന്ത് റീനൽ പെൽവിസ്. ഇതുവരെ ഓക്കെ ആണോ? പറയും. Medulla is divided into few conical masses projecting into the calyxes. അങ്ങനെ projecting into the calyxes. ഇതാ ഇവിടെ നോക്ക്, ഇത് മെഡുലറി മാസസ് അല്ലെ, ഈ ബ്ലൂ കളർ അല്ലേ മെഡുലറി മാസസ്, മെഡുലറി പിരമിഡ്സ് കാണാണ്ടാ? ഇത് എങ്ങോട്ടാ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, ഇതല്ലേ പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷൻ അല്ലേ, ഇതല്ലേ പ്രൊജക്ഷൻ. പ്രൊജക്ട് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് തള്ളി നിൽക്കണ ഭാഗം എന്നല്ല അർത്ഥം. ഇതെങ്ങോട്ടാ, അതായത് പിരമിഡിന്റെ അപ്പെക്സ് ഇതല്ലേ ബേസ്, ഇതല്ലേ ബേസ്.
ഇവിടെ നോക്കട്ടെ, ഇതല്ലേ ബേസ് ഒരു പിരമിഡിന്റെ, ഇതല്ലേ അപ്പെക്സ്. ആ അപ്പെക്സ് അല്ലേ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതിപ്പോ ഒരു ഹൊറിസോണ്ടൽ സർഫസ്, ഇതിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കണ ഇതെന്താ അപ്പെക്സ് അല്ലേ. ഉം. ഇപ്പൊ ക്ലിയർ ആയ? അപ്പൊ മെഡുലറി പിരമിഡ് ഇസ് പ്രൊജക്റ്റഡ് ടു കാലിസസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ആ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞ്. ഒരു പെയർ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഒരു പെയർ ഓഫ് കിഡ്നി ഉണ്ട്, പെയർ ഓഫ് യൂറീറ്റർ ഉണ്ട്, ഒരു സിംഗിൾ യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറീറ്റർ ഉണ്ട്. പിന്നെ കിഡ്നി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കിഡ്നി എന്താണ്, ഒരു റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ബിറ്റ്വീൻ ലാസ്റ്റ് thoracic ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്ര. ഓക്കെ. പിന്നെന്താണ്, വോൾ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ വോളോട് ചേർന്നിട്ടാണ് നമുക്ക് കിഡ്നി കാണാൻ പറ്റുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടാണ്. ലെങ്ത് 10 to 12 ആണ്, വിഡ്ത്ത് 5 to 7 ആണ്, തിക്നെസ് 2 to 3 ആണ്, വെയിറ്റ് എത്രയാണ് 120 to 170 ഗ്രാം വരും. എന്ത് ഒരു കിഡ്നി ഈസ് അബൌട്ട് 120 to 170 ഗ്രാം. പിന്നെ നമ്മൾ പറഞ്ഞ് എന്താണ്, ഒരു കോൺകേവ് സർഫസ് ഉണ്ട്, ഒരു കോൺവെക്സ് സർഫസ് ഉണ്ട്. കോൺകേവ് സർഫസിൽ നമുക്ക് ഒരു നോച്ച് കാണും, അതിന് നമ്മൾ ഹൈലം എന്ന് വിളിക്കും. അതിൽ കൂടെയാണ് യൂറിറ്റേഴ്സും ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എന്ത് ചെയ്യണത്, എൻട്രി ചെയ്യുന്നത്. പിന്നെ ഇന്നർ ടു ഹൈലം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇന്നർ ടു ഹൈലം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഫണൽ ഷേപ്പ് പെൽവിസ് കാണാൻ പറ്റും വിത്ത് പ്രൊജക്ഷൻസ് കാലിസസ്. രണ്ട് ടൈപ്പ് കാലിസസ് ഉണ്ട്. എൻസിആർടിയിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, മൈനറും ഉണ്ട് മേജറും ഉണ്ട്. ഓക്കെ. പിന്നെ കിഡ്നിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 റീജിയൻ. ഏതാണ് ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. പിന്നെ മെഡുല്ലയിൽ എന്താണുള്ളത്, മെഡുല്ലറി പിരമിഡ്സ് ഉണ്ട്. മെഡുല്ലയിൽ എന്താണുള്ളത്, മെഡുല്ലറി പിരമിഡ്സ് ഉണ്ട്, വിച്ച് പ്രൊജക്ട് ഇൻ ടു കാലിസസ്. മനസ്സിലായോ വിച്ച് പ്രൊജക്ട് ഇൻ ടു കാലിസസ് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന്? ആ പിന്നെ നമ്മൾ പറഞ്ഞു ചില റീജിയൻസ് കോർട്ടെക്സ് മെഡുലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ചില റീജിയനിൽ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ടു മെഡുല്ല, അവരെ നമ്മൾ എന്ത് വിളിക്കും, കോളംസ് ഓഫ് ബർത്തിങ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടത്. കോളംസ് ഓഫ് ബർത്തിങ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, കിഡ്നി ഈസ് കവേർഡ് ബൈ, എന്താണ്, ഒരു ക്യാപ്സ്യൂളേറ്റ് കിഡ്നി കവർ ചെയ്യുന്നു എന്നൊരു പോയിന്റ്. ഔട്ടർ ലെയർ ഓഫ് കിഡ്നി ഈസ് എ ടഫ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഞാനിവിടെ വരയ്ക്കുന്നില്ല, കിഡ്നിന്റെ പുറത്ത് ഒരു ഔട്ടർ ലെയർ ആയിട്ട് എന്തുണ്ട്, ഒരു ടഫ് ക്യാപ്സ്യൂൾ ഉണ്ട്. ആക്ച്വലി ഒരു ക്യാപ്സ്യൂളിൽ, ക്യാപ്സ്യൂള് 4 4 ലെയർ ഉണ്ട്. ഈ ക്യാപ്സ്യൂളിന് 4 ലെയർ ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അറിയാൻ വേണ്ടി പറയാണ്. ഇവിടെ വരക്കാം, കണ്ട, ഇവിടെ ഒരു ടഫ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഔട്ടർ ലെയർ ഓഫ്, സെക്കൻഡ്, ഒരു 4 ലെയർ ഉണ്ട് ആക്ച്വലി ക്യാപ്സ്യൂൾ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഫൈബ്രസ് ലെയർ ഉണ്ട്, ഒരു പെരി റീനൽ ലെയർ ഉണ്ട്, റീനൽ ലെയർ ഉണ്ട്, പാരാ റീനൽ ലെയർ ഉണ്ട്. ഇങ്ങനെ 4 ലെയർ ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരൊറ്റ ടഫ് ക്യാപ്സ്യൂൾ അല്ല, 4 ലെയർ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഒരു പോയിന്റ് കൂടി എൻസിആർടി പറയുന്നുണ്ട്, എന്ത്, കവേർഡ് ബൈ എ ക്യാപ്സ്യൂൾ. ഇതുവരെ ഓക്കെ ആണോ? ആ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ്, ഇൻ ഹ്യൂമൻസ് എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്, എ പെയർ ഓഫ് കിഡ്നി, 1 പെയർ ഓഫ് യൂറീറ്റേഴ്സ്, ഒരു യൂറിനറി ബ്ലാഡർ, 2 കിഡ്നി 2 യൂറീറ്റർ ഉണ്ട്, ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്, ഒരു യൂറീറ്റർ ഉണ്ട്. ഓക്കെ. ഈ യൂറീറ്റർ എന്ന് പറഞ്ഞാല് ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്താണ്, ഓപ്പണിംഗ്, യൂറീത്രക്കും ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിന് യൂറീത്രൽ മിയാറ്റസ് എന്ന് പറയും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മിയാറ്റസ് എന്ന് പറഞ്ഞ സ്മോൾ ട്യൂബ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. യൂറീത്രക്ക് ഇവിടെ ഈ യൂറിനറി ബ്ലാഡറിന്റെ ഈ ഒരു പോർഷനാണ് യൂറീത്ര എന്ന് വിളിക്കുന്നത്. ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് വിളിക്കും,
യൂറീത്രൽ മിയാറ്റസ് എന്ന് വിളിക്കും. അപ്പൊ നമ്മളെന്താ പറഞ്ഞ ഓക്കെ, ഒരു പെയർ ഓഫ് കിഡ്നി, ഒരു പെയർ ഓഫ് യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, പിന്നെ യൂറിത്ര ഉണ്ട്. കിഡ്നി എന്താണ്? റെഡിഷ് ബ്രൗൺ വീൻ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ഞാൻ ഇതന്നെയാണ് മുകളിൽ എഴുതിയ പോയിന്റ്സ്. ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അവിടെ എന്താ പറയാ ഫിക്സ് ചെയ്യണം കേട്ടോ, മറക്കരുത്. റെഡിഷ് ബ്രൗൺ സ്ട്രക്ചർ ആണ്, വീൻ ഷേപ്ഡ് ആണ് എന്നൊക്കെ അവിടെ സ്റ്റിക്ക് ഓൺ ആവണം ബ്രെയിനിൽ. ഈ പോയിന്റ് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം പോയിന്റ്സ് തന്നെയാണ് മുന്നത്തെ സ്ലൈഡിലും ഉള്ളത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് അത്രയും കൂടി ഓർമ്മ നിന്നോട്ടെ വിചാരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ എന്താണ്? ലാസ്റ്റ് thoracic ആൻഡ് തേർഡ് lumbar vertebra, ക്ലോസ് ടു dorsal inner wall of abdominal aorta. Okay, dorsal inner wall of abdominal aorta. Each kidney of an adult human measures എത്രയാണ്? ലെങ്ത് 10 to 12 centimeter, പിന്നെ വിഡ്ത്ത് 5 to 7 centimeter, തിക്നെസ് എത്രയാണ്? 2 to 3 centimeter, വെയിറ്റ് എത്രയാണ്? 120 to 170 gram ആണ്. പിന്നെ പറഞ്ഞു ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദ കിഡ്നി ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് കിഡ്നിയിൽ ഒരു നോച്ച് ഉണ്ട്, നമ്മൾ അതിനെ ഹൈലം എന്ന് വിളിക്കും. അതിലൂടെയാണ് യൂറീറ്റർ, ബ്ലഡ് വെസല് പറയുമ്പോൾ റീനൽ ആർട്ടറി, റീനൽ വെയിനും പിന്നെ നെർവ്സ് ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഇന്നർ ടു ദ ഹൈലം ഇസ് എ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് കോൾഡ് എന്താണ്? റീനൽ പെൽവിസ്. അല്ല, ഇന്നർ ടു ഹൈലം ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് ഉണ്ട്, ഏതാണ്? റീനൽ പെൽവിസ്. ഓക്കെ, renal pelvis with projections called calyces. The outer layer of kidney is a capsule. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്യാപ്സുൽ 4 ലെയർ ഉണ്ട്, പക്ഷെ അറിഞ്ഞിരുന്നത് മതി. ഇൻസൈഡ് ദ കിഡ്നി ദർ ആർ 2 zones, 2 സോണിന്റെ ഏതൊക്കെയാണ്? ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും മറക്കരുത്. OCIM, ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല്ല. The medulla is divided into few conical masses. മെഡുല്ല നമ്മൾ പറഞ്ഞ് മെഡുല്ലയിൽ മെഡുലറി പിരമിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കോണിക്കൽ മാസസിനെ എന്ത് വിളിക്കുന്നത്? മെഡുലറി പിരമിഡ്സ് എന്ന് പറയുന്നത്. പ്രൊജക്ടിങ് ഇൻ ടു കാലിസസ്. ഓക്കെ, പിന്നെന്താണ്? ദ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്. മെഡുലറി പിരമിഡിന്റെ ഇടയിൽ കൂടി കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോളംസ് ഓഫ് ബെർത്തിനി എന്ന് വിളിക്കാം. എന്താണ്? കോളംസ് ഓഫ് ബെർത്തിനി. ഇതുവരെ ഓക്കെ ആണോ? ആ. ഈ ഫിഗർ നോക്കണേ, ഇത് കോർട്ടെക്സ്, അതിനെ പുറത്ത് കണ്ട റീനൽ ക്യാപ്സ്യൂള്, കോർട്ടെക്സ്, മെഡുലറി പിരമിഡ് ഉള്ള ഈ ഒരു റീജിയൻ ആണ് നമ്മൾ മെഡുല്ല എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാണ് മൈനർ കാലിക്സ്, ഇതാണ് മൈനർ കാലിക്സ്, ഇത് മൈനർ, ഇത് മേജർ. ഈ മെഡുലനോട് ചേർന്നിട്ടുള്ളത് മൈനർ, മേജർ. മേജർ ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? റീനൽ കോളം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ റീനൽ പെൽവിസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഏരിയ, ഈ ഒരു ഫണൽ ഷേപ്ഡ് ഏരിയ കണ്ടാണ് റീനൽ പെൽവിസ്. റീനൽ കോളം എന്ന് പറഞ്ഞാല് റീനൽ കോളം എന്ന് പറഞ്ഞാൽ കോളംസ് ഓഫ് ബെർത്തിനെയാണ്. റീനൽ പെൽവിസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് മേജർ കാലിക്സ് കൂടി വന്നിട്ടാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. റീനൽ കോളം എന്ന് പറഞ്ഞാൽ കോളംസ് ഓഫ് ബെർത്തിനെയാണ്, അതായത് കോർട്ടെക്സ് മെഡുല്ലിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഈ റീജിയൻ എന്താ? ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളംസ് ഓഫ് ബെർത്തിനി എന്ന് വിളിക്കുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ NCERT പറയുന്നത് എന്താണെന്ന് വെച്ചാല് നെഫ്രോണ് പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം ഏതാണ്? സെല്ലാണ്. എന്താ ടൈം? ഞാൻ അടുത്ത ചാപ്റ്റർ ആണല്ലോ. സെല്ലാണ് എന്ത്? ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. അതേപോലെ കിഡ്നിക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്? നെഫ്രോൺ. നെഫ്രോൺ എന്ന് പറഞ്ഞാല് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അപ്പൊ ഈ നെഫ്രോൺ ആക്ച്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നെഫ്രോണ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അറിയോ ഏതൊക്കെയാണെന്ന്? ഗ്ലോമറുലസ് ഗ്ലോമറുലസ് ആണ് ഒരു ഭാഗം. അടുത്തത് ഏതാണ്? റീനൽ ട്യൂബ്. വെരി ഗുഡ്, റീനൽ ട്യൂബ്. ഈ നെഫ്രോൺ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ഇവിടെ നോക്കണേ,
ഇങ്ങനെ വന്ന് ഇതാണ് എന്ത് ബൗമാൻസ് ക്യാപ്സ്യൂൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പറയും ഈ റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക എന്ന് പറയും. ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇതാണ് എന്ത് ബൗമാൻസ് ക്യാപ്സ്യൂൾ. പിന്നെന്താ ഉള്ളത്? ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഈ പോർഷനെ നമ്മൾ എന്ത് വിളിക്കാം? PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് വിളിക്കാം. എന്താണ് PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. ഈ താഴത്തേക്ക് കണ്ട ഈ ഹെയർ പിൻ പോലെ ഇങ്ങനെ താഴത്തേക്കുള്ള ഈ മൊത്ത സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയും. ഹെൻലീസ് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയും. പിന്നെ രണ്ട് ഭാഗമുണ്ട്. അതായത് കണ്ട താഴത്തേക്ക് പോകുന്ന റീജിയൻ ഉണ്ട്, മേലേക്ക് പോകുന്ന റീജിയൻ ഉണ്ട്. ഈ താഴത്തേക്ക് പോകുന്ന റീജിയൻ എന്ത് വിളിക്കും? താഴത്തേക്ക് പോകുന്നതാണ് ഇതിന്റെ ഡിസെൻഡിങ്. താഴത്തേക്ക് പോകുന്നത് ഏതാണ്? ഡിസെൻഡിങ്. വലുതെന്ന് ചെറുതിക്ക്, മേലെന്ന് താഴത്തേക്ക്. താഴത്തുനിന്ന് മേലേക്ക് പോകുന്നതാണ് എന്ത്? അസെൻഡിങ് ലിംബ്. രണ്ട് ലിംബ് ഉണ്ട്, അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് എന്ത്? ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ, ഡിസ്റ്റൽ അത് രണ്ടും മാറി പോകുന്നത്. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത്. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദൂരെ. ബൗമാൻസ് ക്യാപ്സ്യൂളിനോട് എടുത്ത് നിൽക്കുന്നതാണ് ഇത് പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. ദൂരെ ഉള്ളതാണ് ഇത് ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. ഈ ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ പോയിട്ട് എവിടെ തുറക്കും? ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഓപ്പൺ ആവും. ഇതാണ് എന്ത്? ബേസിക് ആയിട്ടുള്ള റീനൽ ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു നെഫ്രോൺ ഈസ് മേഡ് അപ്പ് ഓഫ് ടു പാർട്ട്. ഒരു ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. അപ്പൊ എന്താണ് ഗ്ലോമറുലസ്? പറയും. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാല് നെറ്റ്വർക്ക് ഓഫ് അല്ലെങ്കിൽ ഇവിടെ കണ്ടോ നെറ്റ്വർക്ക് ഓഫ് അല്ലെങ്കിൽ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് എന്നൊക്കെ പറയും ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. ഈ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കാം? പറയും. അഫറന്റ് ആർട്ടീരിയോൾ. ഇത് അഫറന്റ് ആണെങ്കിൽ പോണേന് എന്ത് വിളിക്കും? ഇഫറന്റ്. വെരി ഗുഡ്. അഫറന്റ് ഇഫറന്റ് മാറരുത്. വരുന്നതിന് അഫറന്റ് എന്ന് വിളിക്കും, പോണേന് ഇഫറന്റ് എന്ന് വിളിക്കും. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാല് എന്താണ്? ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് ടെസ്റ്റ് ഓഫ് കാപ്പിലറി ഫോം ചെയ്യുന്നത് ഇസ് ഫ്രം അഫറന്റ് ആർട്ടീരിയോൾ. തിരിച്ചു കൊണ്ടുപോകുന്നത് അഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഇതാണ് ഇപ്പൊ ഈ മൊത്തമുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നെഫ്രോൺ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഗ്ലോമറുലസ് ഉണ്ട്, ഗ്ലോമറുലസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ? ഇതാണ് എന്ത്? ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് സിംപ്ലി ഗ്ലോമറുലസ് എന്താണ്? They are network of capillaries. നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്. അപ്പോ ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും കൂടി ചേർന്നതാണ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും കൂടി ചേർന്നതാണ് എന്ത്? ഒരു നെഫ്രോൺ. റീനൽ ട്യൂബ്യൂളിൽ എന്തൊക്കെയുണ്ട്? റീനൽ ട്യൂബ്യൂളിൽ എന്തൊക്കെയുണ്ട്? ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഹെൻലീസ് ലൂപ്പ് ഉണ്ട്, ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്. പിന്നെന്താ ഉള്ളത്?
കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട് അല്ലെ? എന്തൊക്കെയുണ്ട്? ബോമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഹെൻലീസ് ട്യൂബ് ഉണ്ട്, കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. അതേപോലെ ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസും ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും ഒരുമിച്ച് നമ്മൾ എന്ത് വിളിക്കാം? ഒരു നെഫ്രോൺ എന്ന് വിളിക്കാം. ഇനി ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും മാത്രം നമ്മളൊരു പേര് വിളിക്കും. എന്താണെന്നറിയോ? Malpighian. ഗ്ലോമറുലസ് പ്ലസ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാൽപീജിയൻ ട്യൂബ്യൂൾ, അല്ലെങ്കിൽ ഒരു പേര് കൂടി ഉണ്ടല്ലോ, റീനൽ കോർപ്പസ് എന്ന് വിളിക്കും. ഓക്കെ, മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ റീനൽ കോർപ്പസ് എന്ന് വിളിക്കും. ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ് എന്ത്? നെഫ്രോൺ. നെഫ്രോണിന് എന്തുണ്ട്? രണ്ട് പാർട്ട് ഉണ്ട്. ഒരു ഗ്ലോമറുലസ് ഉണ്ട്, ഒരു റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. റീനൽ ട്യൂബ്യൂൾ എന്തൊക്കെയുണ്ട്? ഡിഫറെന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഒരു ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, പിന്നെ ഒരു ഹെൻലീസ് ലൂപ്പ് ഉണ്ട്. ഒരു ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ ആണ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന് ഒരു ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അസെൻഡിങ് ലിംബ് ഉണ്ട്. ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ പിന്നെ ഒന്ന് കളക്റ്റിംഗ് ഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഇതുവരെ ഓക്കെ ആണോ? ഇതാണ് ഒരു എന്തിന്റെ സ്ട്രക്ചർ? നെഫ്രോണിന്റെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ പറഞ്ഞ് ഇവിടെ ഈ ഗ്ലോമറുലസും ഇത്രയും പോർഷൻ ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ റീനൽ കോർപ്പസ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നെഫ്രോൺ ആണ്. മാൽപീജിയൻ കോർപ്പസ്കള് അതന്നെയാണ് മാൽപീജിയൻ കോർപ്പസ് എന്ന് വിളിക്കും, റീനൽ കോർപ്പസ് എന്ന് വിളിക്കും, മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് വിളിക്കും. കേട്ടില്ല. മാൽപീജിയൻ കോർപ്പസ് എന്ന് പറഞ്ഞാലും മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാലും റീനൽ കോർപ്പസ് എന്ന് പറഞ്ഞാലും ഒക്കെ അതാണ്. നെഫ്രോൺ ആണ് എന്ത്? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എന്ത്? കിഡ്നി. ഓക്കെ, ഈച്ച് കിഡ്നിയില് നിങ്ങൾ NCERT പറയുന്നത് ഈച്ച് കിഡ്നിയില് അറൌണ്ട് 1 മില്യൺ എന്താണ്? നെഫ്രോൺസ് ഉണ്ട്. ഈച്ച് കിഡ്നി കൺസിസ്റ്റ് ഓഫ് അറൌണ്ട് 1 മില്യൺ കോംപ്ലക്സ് ട്യൂബുലാർ സ്ട്രക്ചർ. ഏതാണ് ഈ കോംപ്ലക്സ് ട്യൂബുലാർ സ്ട്രക്ചർ? അതാണ് എന്ത്? നെഫ്രോൺ. ഈച്ച് കിഡ്നി, ഈ ഈച്ച് എന്നുള്ള മറക്കരുത് കേട്ടാ. ബോത്ത് കിഡ്നിയും കൂടി അപ്പൊ എത്ര വരും? 2 മില്യൺ വരും. അതായത് ഇപ്പൊ ഒരു അസെഷൻ റീസൺ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയാണ് 1 കിഡ്നി കണ്ടെയ്ൻസ് അല്ലെങ്കിൽ ബോത്ത് കിഡ്നി കണ്ടെയ്ൻസ് 1 മില്യൺ എന്ന് പറയുമ്പോൾ എന്താണ്? അത് തെറ്റി. ഈച്ച് കിഡ്നി പറയും. അല്ല, തെറ്റാണ്. ഓക്കെ, തെറ്റാണ്. ഈച്ച് കിഡ്നിയിൽ എന്തുണ്ട്? 1 മില്യൺ ഉണ്ട്. പിന്നെ ഈച്ച് നെഫ്രോൺ എന്തുണ്ട്? 2 പാർട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞ. ഏതൊക്കെയുണ്ട്? ഒരു ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്. ഈ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിന് ആരെയാണ് കൊണ്ടുവരുന്നത്? അഫറന്റ് ആർട്ടീരിയോൾസ് ആണ് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അത് ഡിഫറന്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, പിന്നെ റീനൽ ട്യൂബ്യൂളിൽ എന്തൊക്കെയുള്ളത്? ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, ഹെൻലേസ് ലൂപ്പ് ഉണ്ട്, ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഉണ്ട്, കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ് എന്താണ്? ഗ്ലോമറുലസ് പ്ലസ് ബൗമാൻസ് ക്യാപ്സ്യൂളിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. അതായത് ഗ്ലോമറുലസിനെ ബൗമാൻസ് ക്യാപ്സ്യൂളിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. ഗ്ലോമറുലസിനെ റീനൽ ട്യൂബ്യൂളിനെയും കൂടി എന്താ വിളിക്കുക? കേട്ടില്ല. നെഫ്രോൺ. നെഫ്രോൺ കറക്റ്റ്. നെഫ്രോൺ നമ്മൾ 2 പാർട്ടാക്കി. പിന്നെ നമ്മള് ഇവിടെ കണ്ട നമ്മള് കിഡ്നി നമ്മൾ പറഞ്ഞ എന്തുണ്ട്? ഒരു കോർട്ടെക്സും ഉണ്ട്, മെഡുല്ല ഉണ്ട് ഇല്ലേ? ഒരു കോർട്ടെക്സ് ഉണ്ട്, പുറത്തുള്ളത് കോർട്ടെക്സ് റീജിയൻ ആണ്.
ഇതാണ് മെഡുലറി റീജിയൻ അല്ലെ. ഇവിടെ പറയുന്നത് നോക്ക്, നമ്മളെ മാൽപീജിയൻ ബോഡി പറഞ്ഞാല് ബൗമാൻസ് ക്യാപ്സ്യൂളും പിന്നെ ഗ്ലോമറുലസും പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളും എവിടെയാണുള്ളത്? കോർട്ടിക്കൽ റീജിയനിലാണുള്ളത്. അതായത് ഇവിടെ വരയ്ക്കപ്പോ ഇവിടെ വരക്കാം, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണല്ലോ നമ്മുടെ എന്തുള്ളത്, ഇവിടെ എന്തുണ്ട്, ടഫ്റ്റ് ഓഫ് കാപ്പിലറീസും കൂടി ഉണ്ട് വിചാരിക്കും. അപ്പോ ഇതാണ് എന്ത്, മാൽപീജിയൻ ബോഡി, പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂള്, ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂള്. ഇത്രയും ഭാഗം എവിടെ നിൽക്കുന്നത് എന്നറിയോ? ഇത് കോർട്ടെക്സിലാണ്, പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ഹെൻലേസ് ലൂപ്പും അതേപോലെ ഇവിടെ കളക്റ്റിംഗ് ഡക്റ്റും കൂടി, ഹെൻലേസ് ലൂപ്പും അതേപോലെ ഇവിടെ കളക്റ്റിംഗ് ഡക്റ്റ് വരികയാണെങ്കിൽ ഇത് രണ്ടും എവിടെ നിൽക്കുന്നത്? ഇത് കുറച്ചും കൂടി മെഡുലറി റീജിയനിലേക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിവിടെ ആലോചിക്കാൻ പറ്റുന്ന നോക്കാം. അതായത് ഇപ്പോ ഇവിടെ ഞാനൊരു ഇത് വരയ്ക്കുകയാണ്, ഇതൊരു ഇങ്ങനെ ഇത് ഹെൻലേസ് ലൂപ്പ്, ഇത് ഡിസ്റ്റല്, ഇത് കളക്റ്റിംഗ് ഡക്റ്റ്. മനസ്സിലായ? ഇങ്ങനെ നോക്കുമ്പോ ഈ ബൗമാൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ് ഒക്കെ ഉള്ളത് കോർട്ടെക്സ് റീജിയനിലല്ലേ. ഇത് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ, ഇത് ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ. നേരെ മറിച്ച് ഹെൻലേസ് ലൂപ്പും കളക്റ്റീവ് ഡക്റ്റും മെഡുലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണാണ്ട. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായ? ഇതൊക്കെ മാൽപീജിയൻ ബോഡി, അതേപോലെ PCT DCT ഒക്കെ എവിടെയാണുള്ളത്? കോർട്ടെക്സ് റീജിയനിലാണ്. നേരെ മറിച്ച് ഹെൻലേസ് ലൂപ്പും കളക്റ്റിംഗ് ഡക്റ്റ് ഒക്കെ എവിടെയാണ് കാണുന്നത്? മെഡുലയിലാണ്. ഓക്കെ. പിന്നെ നമ്മളെ NCERT നമ്മളെടുത്ത് പറയേണ്ടത് എന്താണ്? 2 types ഓഫ് നെഫ്രോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോർട്ടിക്കലും ഉണ്ട്, ജെക്സ്റ്റാ മെഡുലറിയും ഉണ്ട്. അതെന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ പിക്ചർ നോക്കണം. ഈ പിക്ചർ നോക്കണേ. എനിക്ക് വേണ്ട, ഇവിടെ നോക്ക്. ഇതിൽ വരച്ച കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചത് നിങ്ങൾ ഇവിടുത്തെ നോക്ക്. ഇപ്പോ ഈ അഫറന്റ് ആർട്ടീരിയോൾ ഇങ്ങനെ വരുന്നില്ല. ഞാൻ പറഞ്ഞ അഫറന്റ് ഉണ്ട്, എഫറന്റ് ഉണ്ട്. ഇവിടെ വൃത്തി കാണുന്നില്ല. ഈ എഫറന്റ് ആർട്ടീരിയോള് കാണിച്ചു തരൂ. തൽക്കാലം ഇവിടെ നോക്കി, ഞാൻ ഇവിടെ വരച്ചുതരാം കേട്ടോ. ഇത് ബൗമാൻസ് ക്യാപ്സ്യൂള്, ഇവിടുന്ന് അഫറന്റ് വന്ന് ടഫ്റ്റ് ഫോം ചെയ്ത് ഇത് എഫറന്റ് ആർട്ടീരിയോള്. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഈ എഫറന്റ് ആർട്ടീരിയോള് ശ്രദ്ധിക്കണേ. ഈ എഫറന്റ് ആർട്ടീരിയോള് ഇവിടുന്ന് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പാർട്ട് എന്താന്ന് വെച്ചാല് ഇങ്ങനെ പോകും. അതായത് നമ്മളെ ഡിസെൻഡിങ് ലിംബിന് പാരലായിട്ട് ഇങ്ങനെ പോകും ഒരു പാർട്ട്. ഓക്കെ. മറ്റേ പാർട്ട് ഇതാണ് ഒരു പാർട്ട്. കണ്ട, ഇതിങ്ങനെ ഡിസെൻഡിങ് ലിംബിന് പാരലായിട്ട് ഇങ്ങനെ പോകും. മറ്റേ പാർട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാസ റെക്റ്റ എന്ന് പറയുന്നത്. സംഭവം എന്താണ്? ബ്ലഡ് കാപ്പിലറീസ് തന്നെയാണ്. അതായത് എഫറന്റ് ആർട്ടീരിയോള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എഫറന്റ് ആർട്ടീരിയോൾ എന്താണ്? ബ്ലഡ് കാപ്പിലറി അല്ല, ബ്ലഡ് വെസൽ ആണ്. സ്മോൾ ആർട്ടറിനേക്കാളും ചെറുതാണ് എന്ത്? ആർട്ടീരിയോള്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പറയും. അത് DCT പോവില്ല. ഏത് DCT പോലാണ്? എഫറന്റ്
അതായത് ആർട്ടീരിയോളോ? എഫറന്റ് ആർട്ടറിയോളിൽ വരുന്ന ബ്ലഡ് വെസൽ DCT പോകില്ല. DCT പോവില്ല. ഇത് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ട്യൂബുലർ കാപ്പിലറി. എഴുതുന്ന ഒരു വൃത്തിയില്ലല്ലോ, ഒരു സെക്കൻഡ് കേട്ടാ. സ്പേസ് ഇല്ല, ഞാനൊരു സ്ലൈഡ് വിടാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. ഇത് പെരിട്യൂബുലർ കാപ്പിലറി, ഇതാണ് എഫറന്റ്. ഇതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു പാർട്ട് ഇങ്ങനെ വന്ന് കണ്ട, ഇങ്ങനെ വന്ന് ഡിസെൻഡിങ് ലിമ്പിന് പാരലൽ ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. ഇനി ഇതിപ്പോ ആർട്ടറിയാണ്. ആർട്ടറി ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്താന്ന് വെച്ചാല് പിന്നെ ഇത് എന്താവും, വെയിനിനോട് ജോയിൻ ചെയ്യും. അതായത് ഇത് വെന്യൂളാവും, ഇത് വെന്യൂളാവും, പിന്നെ എന്താവും, അത് റീനൽ വെയിനിലേക്ക് പോവും. റീനൽ വെയിനിൽ നിന്ന് എങ്ങോട്ട് പോവും, വീനക്കാവിലേക്ക് പോവും. വീനക്കാവ് പിന്നെ എങ്ങോട്ട് പോവും നമുക്കറിയാം. വീനക്കാവ് എവിടേക്കാ എത്തുന്നത്, റൈറ്റ് ഏറ്റിലേക്ക് എത്തും. അതങ്ങനെ പോവും. ഇവിടെ ബേസിക്കലി സ്പീക്കിംഗ് ഈ വരുന്ന പെരിട്യൂബുലർ കാപ്പിലറി ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. കണ്ട, ഇത് ഇങ്ങനെ പോയാലും ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇവിടുന്ന് വരുന്ന ഈ ഒരു സംഭവത്തിനുണ്ട് നോക്കുമ്പോ ഇവിടെ തുടങ്ങി ഇങ്ങനെ വരുന്ന ഈ ഒരു യു ഷേപ്ഡ് സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കുക, ആ യു ഷേപ്ഡ് ഡിസെൻഡിങ് ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ആ യു ഷേപ്ഡ് കാപ്പിലറിനെ നമ്മൾ എന്ത് വിളിക്കുക, വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അതായത് വാസ റെക്റ്റ എന്ന് പറഞ്ഞാല് എഫറന്റ് ആർട്ടീരിയോളിൽ വരുന്ന ഒരു മൈന്യൂട്ട് വെസലാണ്. അതെന്ത് ചെയ്യും, ഈ ലൂപ്പ് ഓഫ് ഹെൻലിന്റെ ഡിസെൻഡിങ് ലിമ്പിന് പാരലൽ ആയിട്ട് ഇങ്ങനെ പോകും. ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, വാസ റെക്റ്റ എന്ന് വിളിക്കുക. ഇത് ഓക്കെ ആണോ? ലിമ്പിന് മാത്രമല്ലല്ലോ, ഹെൻലിൻ മൊത്തത്തിലല്ലേ? കേട്ടില്ല. വാസ റെക്റ്റ ഹെൻലിൻ ലൂപ്പിന് മാത്രമല്ലല്ലോ. പിന്നെ അതായത് മാറിപ്പോയി. ഹെൻലിൻ ലൂപ്പിന് മൊത്തത്തിലല്ലേ, അല്ലാതെ ഡൗൺ ഇതിന് മാത്രമല്ലല്ലോ ചോദിക്കുക. അല്ല മൊത്തം ഉണ്ട്. അല്ല മൊത്തം പോകും, മൊത്തത്തിന് പാരലൽ ആയിട്ട് പോകണം. അതായത് ഇങ്ങനെ ആണ് ഹെൻലിൻ ലൂപ്പ് എന്നുണ്ടെങ്കിൽ വാസ റെക്റ്റ ഇങ്ങനെ പാരലൽ ആയിട്ട് പോകണം. ഓക്കെ, പറഞ്ഞതിലൊന്നും വ്യത്യാസം. ഇവിടെ കണ്ട, ഇതിപ്പോ ഈ ഭാഗം കണ്ട അസെൻഡിങ് ലിമ്പിന് പാരലൽ അല്ലേ, ഇത് കണ്ട ഡിസെൻഡിങ് ലിമ്പിന് പാരലൽ അല്ലേ. ഓക്കെ ആയാ? ഇപ്പൊ മെയിൻ ആയിട്ട് ഈ പെരിട്യൂബുലർ കാപ്പിലറീസും വാസ റെക്റ്റയും തമ്മിൽ എന്താ ഡിഫറൻസ്? ഒന്നുമില്ല, പെരിട്യൂബുലർ കാപ്പിലർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ യു ഷേപ്ഡ് ഇതിനെയാണ് നമ്മൾ വാസ റെക്റ്റ എന്ന് വിളിക്കണമെന്നുള്ളൂ. അവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, രണ്ട് നെയിം കൊടുത്തു. ഒന്നിന് പെരിട്യൂബുലർ കാപ്പിലറി, ഈ പെരിട്യൂബുലർ കാപ്പിലറി ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റുമോ, അതായത് ഈ ഓൾ പെരിട്യൂബുലർ കാപ്പിലറീസ് അങ്ങനെ അറിയില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ വാസ റെക്റ്റ അത് പെരിട്യൂബുലർ കാപ്പിലറി തന്നെയാണോ? ഒരു മൈന്യൂട്ട് വെസലാണ്. അതായത് ഈ ആർട്ടീരിയോൾ എന്ന് വരുന്ന ഒരു മൈന്യൂട്ട് വെസലാണ് എന്ത്, വാസ റെക്റ്റ. അഫറന്റ് ആർട്ടീരിയോളിന് ശ്രദ്ധിക്കുക, അഫറന്റ് അല്ല, എഫറന്റ് ആർട്ടീരിയോളിന് എന്ത് വരും, കാപ്പിലറി നെറ്റ്വർക്ക് വരും. റീനൽ ട്യൂബ്യൂളിന്റെ ചുറ്റും ഒരു കാപ്പിലറി നെറ്റ്വർക്ക് വരും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പെരിട്യൂബുലർ കാപ്പിലറി എന്ന് വിളിക്കുന്നത്. ഈ പെരിട്യൂബുലർ കാപ്പിലറിന്ന് ഒരു മൈന്യൂട്ട് വെസൽ എന്ത് ചെയ്യും, ഹെൻലിൻ ലൂപ്പിന് ഇങ്ങനെ പാരലൽ ആയിട്ട് പോകും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയോ? ഓക്കെ, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ രണ്ട് ടൈപ്പ് എന്തുണ്ടെന്ന് പറഞ്ഞ്, നെഫ്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഒന്നിനെ നമ്മള് കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് വിളിക്കും, അടുത്തതിന് നമ്മൾ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് വിളിക്കും. ഇതാണ് രണ്ട് ടൈപ്പ് നെഫ്രോൺ ഉള്ളത്. ഓക്കെ, ഇനി നോക്ക്, കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ വാസ റെക്റ്റ ഒന്നെങ്കിൽ ഷോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ അവർക്ക് വാസ റെക്റ്റ ഉണ്ടാവില്ല,
അല്ലെങ്കിൽ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ജെക്സ്റ്റാ മെഡുലറി നെഫ്രോണിൽ എന്തായിരിക്കും? വാസ് അറക്റ്റ പ്രസന്റ് ആയിരിക്കും. ഇനി കോർട്ടിക്കൽ നെഫ്രോണിൽ ഹെൻലീസ് ലൂപ്പ് ഷോർട്ട് ആയിരിക്കും. നേരെ മറിച്ച് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോണിൽ എന്തായിരിക്കും? ഹെൻലീസ് ലൂപ്പ് ലോങ് ആയിരിക്കും. നമ്മളെ ബോഡിയിലെ 85% ഉള്ളത് ഏതാണ്? കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. വെറും 15% മാത്രമേ എന്തുള്ളൂ? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പിക്ചർ നോക്ക്. ഈ പിക്ചർ നോക്ക്. കണ്ട, ഇതാണ് ഇവരുടെ ഹെൻലീസ് ലൂപ്പ്. ഇത് ഏതാണ്? ഇത് കോർട്ടിക്കൽ ആണ്. ഇത് ജെക്സ്റ്റാ മെഡുലറി ആണ്. ജെക്സ്റ്റാ മെഡുലറിന്റെ ഹെൻലീസ് ലൂപ്പ് കണ്ട ഭയങ്കര വലുതാണ്. വലുത് ഇൻ ദ സെൻസ് ലോങ് ആണ്. നേരെ മറിച്ച് കോർട്ടിക്കലിന്റെ എന്താണ്? ഷോർട്ട് ആണ്. പിന്നെ ഒരു ഡിഫറൻസ് നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ വാസാറക്റ്റ് എന്താണ്? ഒന്നെങ്കിൽ ഷോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ ജെക്സ്റ്റാ മെഡുലറിൽ എന്തായിരിക്കും? വാസാറക്റ്റ പ്രസന്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് ഹ്യൂമൻ ബോഡീസിൽ നമ്മളെ കിഡ്നിയിൽ 85% ഉള്ളത് ഏതാണ്? കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. വെറും 15% ഏതുള്ളൂ? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസോ. ഓക്കെ ആണോ? ആ നമ്മൾ പറഞ്ഞ് എന്തുണ്ട്? രണ്ട് ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. ഏതൊക്കെ? കോർട്ടിക്കൽ ഉണ്ട്, ജെക്സ്റ്റാ മെഡുലറി ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? നീ പോയിന്റ് നോക്ക്. അഫറന്റ് ആർട്ടീരിയോൾ അല്ല കേട്ടോ, എഫറന്റ് ആണ്. ഞാൻ എഴുതിയത് തെറ്റുപോയതാട്ടോ. ഇത് ഇ ആണ് കേട്ടോ. എഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? ഒരു ഫൈൻ നെറ്റ്വർക്ക് അറൌണ്ട് റീനൽ ട്യൂബുലർ, ഒരു ഫൈൻ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറി ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിട്യൂബുലാർ കാപ്പിലറി. ഈ പെരിട്യൂബുലാർ കാപ്പിലറിന്ന് ഒരു മൈന്യൂട്ട് വെസൽ എന്ത് ചെയ്യും? വാസാറക്റ്റന്റെ സോറി മൈന്യൂട്ട് വെസല് നമ്മളെ ഹെൻലീസ് ലൂപ്പിന് പാരലൽ ആയിട്ട് പോകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാസാറക്റ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? എന്തായാലും മിണ്ടാത്ത. ഹലോ ഹലോ, ആ, കേൾക്കല്ല? പറയൂ, റെസ്പോണ്ട് ചെയ്യും. കേൾക്കാം. ഇതുവരെ ഓക്കെ ആണോ? ആ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണെങ്കിൽ, അതായത് വാസാറക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിട്യൂബുലാർ ആണെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അല്ല, വാസാറക്റ്റ എന്ന് പറഞ്ഞാൽ പെരിട്യൂബുലാർ കാപ്പിലറി എന്ന് വരുന്ന ഒരു മൈന്യൂട്ട് വെസലാണ്. കറക്റ്റ് ആണ്. ഡയറക്റ്റ് മൈന്യൂട്ട് വെസലും ഒന്നും കൊടുത്തില്ല. ഡയറക്റ്റ് വാസാറക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിട്യൂബുലാർ കാപ്പിലറി തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ തെറ്റാണോ? വാസാറക്റ്റ പെരിട്യൂബുലാർ കാപ്പിലറി അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ പെരിട്യൂബുലാർ കാപ്പിലറി തന്നെ പറഞ്ഞാൽ പോരെ? ഹെൻലീസ്, അതായത് പെരിട്യൂബുലാർ കാപ്പിലറിന്റെ ഒരു ഭാഗം ഹെൻലീസ് ലൂപ്പിന് പാരലൽ ആയി പോകുമ്പോഴാണ് അതിന് വാസാറക്റ്റ എന്ന് പേര് വരുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നോക്ക്, ഇപ്പൊ നീ ഇവിടുന്ന് ഒരു റോഡ് എടുക്കാണ്. ഈ റോഡിന്റെ പേരാവില്ല എന്ത് ഇങ്ങോട്ട് തിരിയുമ്പോ. എന്നാ പിന്നെ ഈ രണ്ട് റോഡിന്റെ സെയിം പേര് വിളിച്ചാ പോരെ? മനസ്സിലായ? ഓക്കെ. അതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വെച്ചേ. ഇപ്പൊ അയോട്ട. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡോസൽ അയോട്ടയാണ് താഴത്തേക്ക് വരുന്നത്. എന്നിട്ട് അത് റീനലിന്റെ അവിടെ എത്തുമ്പോ റീനൽ ആർട്ടറി എന്ന് അതിന് പേര് വരുന്നില്ലേ? എന്നാ പിന്നെ അതിനെ ഡോസൽ അയോട്ട എന്ന് വിളിച്ചാ പോരെ? അതല്ല, ആ ഡോസൽ അയോട്ട എന്ന് വരുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത്? റീനൽ ആർട്ടറി. അതേപോലെ ഈ പെരിട്യൂബുലർ കാപ്പിലറി ഹെൻലീസ് ലൂപ്പിന് പാരലൽ ആയിട്ട് പോകുമ്പോ അതിനെ വിളിക്കുന്ന പേരാണ് വാസാറക്റ്റ്. ഓക്കെ ആയോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? കുറച്ച് ഔട്ടായിക്കൊണ്ട്. പറയ്. പറയ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ പ്രസന്റ്. ഒരു സെക്കൻഡ് കേട്ടാ. പോയില്ലേ? സ്ക്രീന് പോയില്ലേ? ഉം. ഇപ്പൊ കാണാണ്ടാ? ഇല്ല. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നുണ്ടാ? ഇല്ല. ഉം.
ഇപ്പൊ കാണുന്നില്ലേ? ആ പറയ്, ക്വസ്റ്റ്യൻ പറയ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ. ഉം. ഓപ്ഷൻസ് ഉം. റീനൽ വെയിന്, റീനൽ ആർട്ടറി, ഉം. പിന്നെ ഹെപ്പാറ്റിക് വെയിന്, ഉം. പിന്നെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന്. ഉം. ഇതിലേതാ? ഒന്നുകൂടി പറയും ഓപ്ഷൻസ്. റീനൽ വെയിന്, റീനൽ ആർട്ടറി. ഹെപ്പാറ്റിക് വെയിന്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന്. എനിക്ക് തോന്നണ യൂറിയ ആണല്ലേ ചോദിച്ച, അമോണിയ അല്ലേ? എനിക്കറിയില്ല, ഞാൻ യൂറിയ. നോക്കിട്ട് പറയാം. ആയിക്കോട്ടെ. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. ഓപ്ഷൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം എനിക്ക്, ഞാൻ മറന്നു. റീനൽ വെയിന്, റീനൽ വെയിന്, റീനൽ ആർട്ടറി, റീനൽ ആർട്ടറി, ഹെപ്പാറ്റിക് ഹെപ്പാറ്റിക് വെയിന്, വെയിൻ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന് അല്ലേ? ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കണേ, NCERT-ല്. NCERT-ൽ എന്താ പറയുന്നത് നോക്ക്. ഈച്ച് കിഡ്നി ഹാസ് എന്താണ്? ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 million complex tubular structures called nephrons. Okay, which are the functional units? ഞാൻ പറഞ്ഞ structural and functional units ആണ് എന്ത്? നെഫ്രോൺ. ഈച്ച് നെഫ്രോൺ ഹാസ് 2 പാർട്സ്. ഏതൊക്കെയാണ്? ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ്റ്റ് ഓഫ് കാപ്പിലറി ഫോംഡ് ബൈ അഫറന്റ് ആർട്ടീരിയോൾസ്. അതെന്താണ്? ഒരു ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി ആണ്. അതായത് റീനൽ ആർട്ടറിന്ന് അഫറന്റ് ആർട്ടീരിയോൾ വന്ന് ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറി ഫോം ചെയ്ത് തിരിച്ചു പോണത് ഏത് വഴിയാണ്? എഫറന്റ് വഴിയാണ്. ഇസ് കാരിഡ് എവേ ബൈ എന്താണ്? എഫറന്റ് ആർട്ടീരിയോൾ. The renal tubule begins with a double cup-like structure called എന്താണ്? Bowman's capsule. Renal tubules begins with a double wall cup-like structure called Bowman's capsule. ഇതാണ് എന്ത്? Bowman's capsule. Double walled ആണ്. 1, 2. Okay. Which encloses the glomerulus. Glomerulus along with Bowman's capsule ആണ് എന്ത് വിളിക്കുക? Malpighian body എന്ന് വിളിക്കുക. Glomerulus along with Bowman's capsule ആണ് എന്ത് വിളിക്കുക? Malpighian body എന്ന് വിളിക്കുക. ഇവിടെ കണ്ട ഇതാ ഈ മൊത്ത സാധനമാണ് എന്ത്? Malpighian body. ഇത് മൊത്തമാണ് എന്ത്? Malpighian body. Glomerulus along with Bowman's capsule നമ്മൾ എന്ത് വിളിക്കുന്നത്? Malpighian body അഥവാ renal corpuscle എന്ന് വിളിക്കുന്നത്. The tubule continues further to form highly coiled network എന്താണ്? Proximal convoluted tubule. അതായത് ഇതാണ് നമ്മളുടെ Bowman's capsule, highly coiled proximal convoluted tubule, Henle's loop, distal convoluted tubule. ഇതാണ് Bowman's capsule, proximal convoluted tubule, highly coiled proximal convoluted tubule. പിന്നെ a hairpin shaped Henle's loop is the next part of the tubule which has a descending and ascending limb. കണ്ട hairpin like structure. ഇതാണ് descending, ഇതാണ് ascending. നമ്മൾ എന്ത് വിളിക്കും? Henle's loop എന്ന് വിളിക്കും. hairpin like structure ആണ്, hairpin shaped structure ആണ്. The ascending limb continues as another highly coiled tubular structure. Ascending limb എന്താണ്? Another highly coiled tubular structure ഏതാണ്? Distal convoluted tubule. Distal convoluted tubule. The DCTs of many nephrons open into straight tube called collecting duct. ഒരുപാട് distal convoluted tubules എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? കളക്ടിംഗ് ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരുപാട് കളക്ടിംഗ് ഡക്റ്റ് എവിടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത്? റീനൽ പെൽവിസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ത്രൂ എന്താണ്? മെഡുലറി പിരമിഡ് വഴി. ഇത് കാലിസസ്. മനസ്സിലായോ? അതായത് ഏത് പിക്ചർ കാണിക്കും? ഇവിടെ നോക്ക്. നമ്മൾ പറഞ്ഞ് ഒരുപാട് എന്ത് ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂള് കളക്ടിംഗ് ഡക്റ്റ് എന്ന് കണ്ട കാലിസസ് വഴി എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? റീനൽ പെൽവിസിലേക്ക് വരും. ഇതുവരെ ഓക്കെ ആയോ? നമ്മൾ പറഞ്ഞ് DCT ഉള്ളത്
കോർട്ടെക്സിലാണ്. കളക്ടിംഗ് ഡക്ട് ഉള്ളത് മെഡുലറി റീജിയൻ ആണ്. അപ്പോ DCT ഒരുപാട് DCT കളക്ടിംഗ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യും. ഇത് മെഡുലറി പിരമിഡ് വഴി കാലിസസ് വഴി എവിടേക്ക് എത്തും? റീനൽ പെൽവിസിലേക്ക് എത്തും. ഓക്കെ ആണോ? ആ പറയടാ, എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ഓക്കെയാണ്. ഇനി the Malpighian corpuscle, PCT and DCT of the nephron are situated in the cortical region of kidney, whereas loop of Henle dips into medulla. ലൂപ്പ് ഓഫ് ഹെൻലെ മാത്രമല്ല, കളക്ടിംഗ് ഡക്റ്റും മെഡുല്ലയിലാണ്. മാൽപീജിയൻ കോർപ്പസലും PCT-യും DCT-യും എവിടെയുള്ളത്? കോർട്ടിക്കൽ റീജിയൻ നമ്മൾ നേരത്തെ വരച്ച്. ലൂപ്പ് ഓഫ് ഹെൻലെയും കളക്ടിംഗ് ഡക്റ്റും മെഡുലറി റീജിയനിലാണ്. ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺ എന്താണ്? മെജോറിറ്റിയിൽ ലൂപ്പ് ഓഫ് ഹെൻലെ ഈസ് ടു ഷോർട്ട്. നമ്മൾ പറഞ്ഞ് നമ്മളെ ബോഡിയിൽ 85% അതാണ് മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കോർട്ടിക്കൽ എന്താണ്? നെഫ്രോൺസ് ആണ്. എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു മെഡുല്ല. സച്ച് നെഫ്രോൺസ് ആർ കോൾഡ് എന്താണ്? കോർട്ടിക്കൽ നെഫ്രോൺസ്. അതേ സമയത്ത് ഇൻ സം ഓഫ് ദ നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് ഹെൻലെ ഈസ് വെരി ലോങ് ആൻഡ് റൺസ് ഡീപ്പ് ഇൻ ടു മെഡുല്ല. അവർ നമ്മൾ എന്ത് വിളിക്കും? ജക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പറയുന്നത്? ദ എഫറന്റ് ആർട്ടീരിയോൾ emerging from the glomerulus form a fine capillary network around the renal tubule. നമ്മൾ പറഞ്ഞ് എഫറന്റ് ആർട്ടീരിയോൾ എന്താണ്? എമേർജിങ് ഫ്രം ഗ്ലോമറുലസ് എന്ത് ചെയ്യും? ഒരു ഫൈൻ നെറ്റ്വർക്ക് ഫോം ചെയ്യും. എവിടെ? അറൌണ്ട് റീനൽ ട്യൂബ്യൂൾ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിട്യൂബുലാർ കാപ്പിലറി എന്ന് വിളിക്കുന്നത്. ഈ പെരിട്യൂബുലാർ കാപ്പിലറിന്ന് ഒരു മൈന്യൂട്ട് വെസൽ എന്ത് ചെയ്യും? ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് റൺ ചെയ്യും. ഈ വെരിട്യൂബുലാർ കാപ്പിലറിന്ന് ഒരു വെസല് എന്ത് ചെയ്യും? ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് റൺ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. വാസ റെക്റ്റ ഈസ് ആബ്സെന്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ് ഇൻ കോർട്ടിക്കൽ നെഫ്രോൺ. നമ്മൾ പറഞ്ഞ് കോർട്ടിക്കൽ നെഫ്രോണിൽ വാസ റെക്റ്റ ഷോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ജക്സ്റ്റാ മെഡുലറി നെഫ്രോണിൽ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. ഇതുവരെ ഓക്കെ ആണോ? ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ്? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് their elimination. ഓക്കെ, നമ്മൾ തുടങ്ങിയത് എന്താണ്? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിന്റെ ബേസിൽ, അതായത് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസിന്റെ ബേസിൽ 3 ടൈപ്പ് ഉണ്ട്. അമോണോടെലിക് ഉണ്ട്, യൂറിയോടെലിക് ഉണ്ട്, യൂറിക്കോടെലിക് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അമോണിയാണ് എന്ത്? മോസ്റ്റ് ടോക്സിക്, പിന്നെ യൂറിയ, പിന്നെ യൂറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ അമോണിയക്ക് എന്ത് വേണം? ഒരുപാട് വെള്ളം വേണം ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂറിയക്ക് കുറച്ച് കുറവ് മതി, യൂറിക് ആസിഡിന് വളരെ കുറവ് മതി. നമ്മളെ ബോഡിയിൽ ഏതാണ്? യൂറിയാണ് നമ്മൾ പറഞ്ഞേ. ആക്ച്വലി നമ്മളെ ബോഡിയിൽ അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഈ അമോണിയ എന്ത് ചെയ്യും? ഉണ്ടാവുന്ന അമോണിയ ലിവറിൽ പോയിട്ട് എന്ത് ചെയ്യും? യൂറിയ ആയിട്ട് മാറും. എന്നിട്ട് ആ യൂറിയയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് എന്ത്? യൂറിയ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഉണ്ട്. യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ എന്നൊക്കെ പറയും. അത് വലിയ പ്രോസസ്സാണ്. 10 സ്റ്റെപ്പ് എങ്ങാനും ഉണ്ട്. നിങ്ങൾ പഠിക്കും, MBBS കയറുമ്പോൾ ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രിയിൽ പഠിക്കും. നമ്മുടെ ബോഡിയിൽ ആക്ച്വലി അമോണിയ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്യും? ഭയങ്കര ടോക്സിക് ആയതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് യൂറിയ സൈക്കിൾ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ നമ്മള് ഹ്യൂമൻ, അതിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞ്? ഡിഫറെന്റ് ഓർഗാനിസത്തിനുള്ള എന്ത് പറഞ്ഞു? ഡിഫറെന്റ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് പറഞ്ഞു. പ്രോട്ടോനെഫ്രീഡിയ, നെഫ്രീഡിയ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ആന്റോണിയൻ ഗ്ലാൻസ്, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. 2 പേര് കിഡ്നി ഉണ്ട്, ഒരു പേര് കിഡ്നി ഉണ്ട്, 2 യൂറിറ്റസ് ഉണ്ട്, സിംഗിൾ യൂറിനറി ബ്ലാഡർ, ഒരു യൂറിത്ര ഉണ്ട്. കിഡ്നിന്റെ ഉള്ളിലേക്ക് സൂം ചെയ്ത് നോക്കി എന്താ കാണാൻ നമ്മൾ പറഞ്ഞു. ഒരു ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, ഇന്ന മെഡുല ഉണ്ട്, മെഡുലയിൽ മെഡുലറി പിരമിഡ്സ് ഉണ്ട്, കാലിസസ് ഉണ്ട്, കാലിസസ് റീനൽ പെൽവിസ് ഉണ്ട്, ഹൈലം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? നമ്മള് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി പറഞ്ഞു. നെഫ്രോണെ പറ്റി പറഞ്ഞു. നെഫ്രോൺ എന്താണ്? 2 പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. റീനൽ ട്യൂബ്യൂൾ എന്താണ്? ബൗമാൻസ് ക്യാപ്സ്യൂള്, PPT, ഹെൻലിസ് ലൂപ്പ്, DCT, കളക്ടിംഗ് ഡക്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും കൂടി ചേർന്നിട്ടാണ് മാൽപീജിയൻ ട്യൂബ്യൂളിലേക്ക് റീനൽ കോർപ്പസൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ? 2 ടൈപ്പ് നെഫ്രോണെ പറ്റി പറഞ്ഞു. കോർട്ടിക്കൽ നെഫ്രോണെ പറ്റി പറഞ്ഞു, ജക്സ്റ്റാ മെഡുലറി നെഫ്രോണെ പറ്റി പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ?
ഓക്കെ ആണോ? ആ പ്യൂർ ഇൻഫോർമേഷൻ ഞാൻ ഇന്ന് എടുക്കണില്ല നിങ്ങൾക്ക്. ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തായാലും 15 മിനിറ്റ് കൊണ്ട് തീരൂല. ഇതൊരു കുറച്ച് വലിയ ടോപ്പിക്കാണ്. പെട്ടെന്ന് പറഞ്ഞു പോയിട്ടും കാര്യമില്ല. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ചിലപ്പോ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇനിയൊരു 2 ക്ലാസ്, അതോടുകൂടി ചാപ്റ്റർ തീരും. ഇതുവരെ എടുത്തത് വായിക്കണം, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് അധികം ഒന്നും എടുത്തിട്ടില്ല. ആകെ ഹ്യൂമൻ എക്സ്പിറേറ്ററി സിസ്റ്റം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ ഇതിലിപ്പോ ഇൻക്ലൂഡ് ചെയ്യലില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് അയച്ചു തരുന്നുണ്ട്. ഓക്കെ. ആ ഓക്കെ.